السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. കുറേ സമയം ഇരിക്കുമ്പോഴേ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നമുക്കൊന്ന് എഴുന്നേറ്റൊരു 3 സ്വലാത്ത് ചൊല്ലി അങ്ങ് ഫ്രഷായാലോ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الحمد لله نحمده ونستعينه ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا. أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا. ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله. إن الله لا يخلف الميعاد. ബഹുമാന്യരായ ഉസ്താദ് അഹമ്മദ് കബീർ ബാഖവി അവറുകളെ, അഭിനന്ദനായ സുഹരി ഉസ്താദ്, ഇവിടെ സന്നിഹിതരായ റവറൻ ഫാദർ സെവോറിയസ് തോമസ്, ഷംസുദ്ദീൻ മന്നാനി, വളരെ നേരത്തെ ഈ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ, ഉമ്മ പെങ്ങന്മാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിമളം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണിത്.
അള്ളാഹു മനുഷ്യർക്കിറക്കിയ ജീവിത സംവിധാനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വിശുദ്ധ ഹബീബും വിശുദ്ധ ഖുർആനുമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയതുപോലെ ഒരു വടിയോ മറ്റേതെങ്കിലും ഒരു ഭൗതിക അടയാളമോ ആയിരുന്നു നിബിതങ്ങൾക്ക് മുഅ്ജിസത്തായി നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഇൻ്റലക്ച്വലുകൾക്ക് അതൊന്നും അത്ര അപ്പീലിംഗ് ആയി തോന്നുമായിരുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ എക്സസൈസ് ചെയ്യാനുള്ള ഗഹനവും പഠനവും ഗവേഷണവും നടത്തിയാൽ അവസാനിക്കാത്ത അനന്തമായ ഒരു വൈജ്ഞാനിക മഹാസാഗരം നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് പുണ്യനബി ലോകത്തോട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം ചിന്തയാണ്. ഖുർആൻ എന്നത് പഠനമാണ്, ഗവേഷണമാണ്, ആലോചനകളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും വിശുദ്ധ ഖുർആനിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെയുള്ള ഗവേഷണങ്ങളാകട്ടെ, കോർക്കുകളെക്കുറിച്ചുള്ള പഠനമാവട്ടെ, അനന്തതയിൽ കിടക്കുന്ന താരസമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാവട്ടെ, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുള്ളതാവട്ടെ, പക്ഷികളെക്കുറിച്ചോ കാട്ടുജീവികളെക്കുറിച്ചോ ആകട്ടെ, മണ്ണിനെക്കുറിച്ചോ പാറകളെക്കുറിച്ചോ ആകട്ടെ, സമുദ്രത്തിലെ അടിത്തട്ടിൽ കിടക്കുന്ന അത്യപൂർവമായ ജീവജാലങ്ങളെക്കുറിച്ചാകട്ടെ, എല്ലാം വിശുദ്ധ ഖുർആനിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ലോകത്ത് നടക്കുന്ന ഏതൊരു പഠനവും വിശുദ്ധ ഖുർആനിന് സേവനം ചെയ്യുന്ന പഠനമാണ്. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഓരോരുത്തരുടെയും ഭൂമിയിലെ അസ്തിത്വത്തിന് കാരണക്കാരനായ പടച്ച തമ്പുരാനെ മനസ്സിലായിട്ടില്ലാത്ത മനുഷ്യർ മുഴുവനും അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന, അവരെ സമ്മതിപ്പിക്കാൻ കഴിയുന്ന, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള ചിന്തകളും പഠനങ്ങളും അല്ലാഹു ഈ ദീനിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഇതൊരിക്കലും ഒരു മനുഷ്യന് ചെയ്തു വെക്കാൻ കഴിയുന്നതല്ല, യാദൃച്ഛികതക്ക്, ബൈ ചാൻസ്, ഇവല്യൂഷന്, പരിണാമത്തിന് ഇതിനൊന്നും ചെയ്തു വെക്കാൻ കഴിയാത്ത ഒരു സൂപ്പർ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരം വർക്ക് ചെയ്യൂ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന പഠനങ്ങൾ ഇസ്ലാമിൻ്റെ അകത്തേക്ക് കടന്നു വരാത്ത ആളുകളുടെ കൈകളിൽ നാം കാണിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് അത്ഭുതം. പഠനങ്ങൾ നടക്കുമ്പോഴത് ഖുർആനിലുണ്ടല്ലോ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആദ്യം കണ്ടെത്തിയ പോരായിരുന്നോ? അല്ലല്ല, അതങ്ങനെ തന്നെ വരൂ. പഠനം അവർ നടത്തണം. അവിശ്വാസികൾ അവർ പടച്ചവനില്ല എന്ന ബേസിസിലായിരിക്കും പഠനം നടത്തുക. ലോകത്തെ ഏതൊരു ഗവേഷണത്തിനും, ഞാൻ ആ വഴിക്ക് പോകല്ല, ഒരു ആമുഖം പറയാം. ഏത് ഗവേഷണം നടത്തുകയാണെങ്കിലും ഒരു ടൈറ്റിൽ, ഒരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവ്. ഇപ്പം ജീവജാലങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഉദാഹരണം പറയാം. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന പഠനം മുഴുവനും ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ മാത്രം പടച്ചവനില്ലാന്ന് തീരുമാനിച്ചിട്ട് അവൻ്റെ അന്വേഷണം, അത് അന്വേഷണത്തിൻ്റെ റിസർച്ച് ചെയ്യുന്ന തത്വത്തിന് തന്നെ എതിരാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടന്നിരുന്നതെങ്കിൽ
മനുഷ്യൻ്റെ ഈ കുറഞ്ഞ സമയം, ഇവിടെ മന്നാനി സൂചിപ്പിച്ച പോലെ യു ഓൺലി ലിവ് വൺസ് ഫോർ creed and deeds, വിശ്വാസത്തിനും കർമ്മത്തിനുമായി ഒരു ജീവിതമേ ഇവിടെ ഉള്ളൂ. But in reality you live twice, here and the hereafter. പടച്ചവതമ്പുരാൻ്റെ മുമ്പിൽ വിചാരണക്കുള്ള ഒരു ജീവിതം കൂടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ആ ഈ കുറഞ്ഞ സമയം മനുഷ്യൻ തർക്കിച്ചുകൊണ്ട് ഉണ്ടോ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ആ ജീവിതം അവസാനിക്കുമ്പോൾ നിരർത്ഥകമായ കുറേ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയതായി കാണുകയാണ്. മനുഷ്യൻ എത്ര വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞു. ഇമാം ശാഫിഈ തങ്ങൾ പറയുമായിരുന്നു, ഖുർആനിൽ ഈ ഒരു സൂറത്ത് അല്ലാതെ ഒരു സൂറയും ഇല്ലാന്ന് സങ്കല്പിക്കുക, ലകഫത്, ഇറ്റ് വുഡ് ബി ഇനഫ്. സൂറത്തുൽ അസ്ർ മതി ഖുർആൻ മനസ്സിലാക്കി തരാൻ, അത് മാത്രം മതിയെന്ന അത്രയും ആശയം ഉൾക്കൊള്ളുന്ന എല്ലാ വചനങ്ങളും അങ്ങനെയാണ്. ഈ സൂറ പ്രത്യേകിച്ചു വൽ അസ്രി, സമയത്തെ തന്നെയാണ് സത്യം, മനുഷ്യന്റെ ആയുസ്സിനെ തന്നെയാണ് സത്യം, പ്രപഞ്ചത്തിന്റെ ആയുസ്സിനെ തന്നെയാണ് സത്യം, അസ്ർ നേരത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സമയമെന്നത് ഇല്ലാത്തതായിരുന്നു, സമയമില്ലായിരുന്നു, സമയം ഇല്ലാത്തൊരു സാധനമായിരുന്നു, അതിനുണ്ടാക്കപ്പെട്ടതാണ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയത് അല്ലാമ ബഖില്ലാനി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, അൽ വഖ്തു മഖ്ലൂഖ്, ടൈം ഈസ് ക്രിയേറ്റഡ്. സമയം ഉണ്ടാക്കപ്പെട്ട സാധനമാണ്, സമയമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പടച്ചവൻ ഇന്നലെ നാളെ മറ്റന്നാൾ എവിടെയായിരിക്കും എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം സമയം ഇല്ലാത്ത കാലഘട്ടത്തിൽ സമയത്തിൻ്റെ ഇല്ലായ്മയെയും അതിൻ്റെ മുമ്പുള്ള ലോകത്തെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതുകൊണ്ട് ആ റബ്ബിന് ഈ സമയം ബാധകമല്ല. പ്രപഞ്ചം ഉണ്ടായപ്പോഴല്ലേ ഇന്ന് ഇന്നലെ നാളെ എന്നൊക്കെ പറയാൻ പറ്റിയത്. കുഞ്ചു കൻസൻ മഖ്ഫിയ, ആരാരും അറിയാത്ത, ഒരാൾക്കും അറിയാതെ കിടന്നിരുന്ന വിലപിടിപ്പുള്ള ഒരു സ്വത്തായിരുന്നു ഞാൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. കുഞ്ചു കൻസൻ മഖ്ഫിയ, ഐ വാസ് എ ട്രഷർ അൺനോൺ, അറിയപ്പെടാത്ത ഒരു നിഗൂഢമായ നിധിയായിരുന്നു അല്ലാഹു എന്ന സൃഷ്ടാവ്. ഫഅഹ്ബബ്തു അൻ ഉറഫ്, അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖതുൽ ഖലായിഖ്, അതുകൊണ്ടാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത്. ആ സൃഷ്ടികളെ പടച്ചപ്പോൾ സൃഷ്ടികൾക്ക് അല്ലാഹു ബ്രെയിൻ സംവിധാനിച്ചു. ആ ബ്രെയിനിന് വേണ്ടുവോളം പ്രോസസ് ചെയ്യാനുള്ള ഭക്ഷണം അത് വിശുദ്ധ ഖുർആൻ, ദൈവിക നിയമങ്ങൾ, പ്രപഞ്ചമെന്ന തുറന്ന പുസ്തകം, ഇതൊക്കെ വായിക്കാനുള്ളതാണ്. പുണ്യനബിയോട് ആദ്യം വായിക്കാൻ പറഞ്ഞതും അത് തന്നെയാണ്. യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കൂ നബിയെ. സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും വായിക്കാനുള്ള പുസ്തകമാണ്. അതുകൊണ്ട് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ ഇല്ലല്ലദീന ആമനൂ, വിശ്വാസം എന്നത് ലോകത്തിൻ്റെ ആണിക്കല്ലാണ്, മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ആണിക്കല്ലാണിത്. മനുഷ്യൻ എല്ലാറ്റിലും വിശ്വസിക്കുന്നുണ്ട്. ഈ പന്തലിവിടെ താഴേക്ക് വീഴില്ല എന്ന ധൈര്യത്തിൽ, ആ പന്തലിൻ്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? ഈ സ്റ്റേജ് ഇവിടെ വീഴില്ല എന്നൊരു ഉറപ്പ്, അതൊരു വിശ്വാസമാണ്. അതിലാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ പോയി കിടന്നിറങ്ങുന്നതും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നതും അപകടമുണ്ടാവാൻ ഇടയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ ഖലാഉകൾ സംഭവിക്കാം. മനുഷ്യൻ എല്ലാറ്റിലും ഒരു വിശ്വാസമുണ്ട്, എല്ലാറ്റിലും. കത്രികയെടുത്ത് കട്ട് ചെയ്യുമ്പോൾ അത് മുറിക്കുമെന്ന വിശ്വാസത്തിൽ അതെടുത്ത് ഉപയോഗിക്കുന്നത്.
അല്ലേ? എല്ലാറ്റിലും ഒരു വിശ്വാസമുണ്ട്, ഒരു ഈമാനുണ്ട് മനുഷ്യന്. പക്ഷേ ഖുർആൻ പറയുന്ന ഈമാൻ അതല്ല. ഇതിൻ്റെയൊക്കെ ഒരു സൃഷ്ടാവ് സർവേശ്വരനായ ഒരേ ഒരുത്തനാണ്. ആ റബ്ബിനെ മനസ്സിലാക്കി തരാൻ മനുഷ്യൻ തെളിവെവിടെ എന്ന് ചോദിക്കുന്നതിന് അള്ളാഹു കൊടുത്ത തെളിവാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു എന്ന അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തവർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും പുണ്യ റസൂലിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തവരൊഴികെ ബാക്കി എല്ലാവരും പരാജയത്തിലാണ്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരുമൊഴികെ. ധർമ്മവും സത്യവും നീതിയും ലോകത്ത് പുലരണം എന്ന് പറഞ്ഞ് മനുഷ്യരെ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കുകയും മനുഷ്യരൊരിക്കലും അടിപിടി കൂടാതെ, യുദ്ധം ചെയ്യാതെ, കലാപങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയത പറയാതെ, വിദ്വേഷം പറയാതെ, ആരെങ്കിലും പടികടന്നും അതിനപ്പുറത്തും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ടും വെറുപ്പിന്റെ വാക്കുകൾ പറയുമ്പോൾ ക്ഷമിക്കണേ എന്ന് പറയാൻ ഇവിടെ ആളുകൾ വേണം. അവർക്കേ വിജയമുള്ളൂ, കത്തിക്കുന്നവർക്കല്ല വിജയം. വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്നവർക്കല്ല, അതിനെ ഊതിക്കെടുത്തുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. 4 ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ അസ്ർ അവസാനിക്കുന്നത്. അതുകൊണ്ട് പുണ്യനബി ഞങ്ങളൊരു കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ കാഫിറു ലാ അഖ്ല ലഹ്. എന്താ വാക്കിൻ്റെ അർത്ഥം? അൽ കാഫിറു ലാ അഖ്ല ലഹ്, a disbeliever has no intellect. പടച്ചവനില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ബുദ്ധിയില്ല. എത്ര സത്യമാണത്! എത്രയോ വലിയ ഡിഗ്രികളും PG യും PhD യും ഉള്ള ആളുകളായിരിക്കാം, ഹൈ പ്രൊഫഷനുകളായിരിക്കാം. പക്ഷേ തൻ്റെ അസ്തിത്വത്തിൻ്റെ നിദാനം ഏതാണ്? ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ടതിന് പകരം പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ഒരാൾക്കാണ് കാഫിർ എന്ന് അറബിയിൽ പറയാം. ദൈവനിഷേധം, പടച്ചതമ്പുരാന്റെ അസ്തിത്വം ഇല്ല എന്ന് പറയാം. അങ്ങനെ ഒരു പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെച്ച ഒരാൾ എന്തു പറഞ്ഞാലും അതിനെന്ത് യുക്തിയാണ്? അതുകൊണ്ട് അൽ കാഫിറു ലാ അഖ്ല ലഹ്, കാഫിറായ ഒരു മനുഷ്യന് അഖ്ലില്ല എന്ന് പുണ്യനബി ഞങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വർഗീയത പറയാനുള്ള വാക്കല്ല, അത് മനുഷ്യൻ ചിന്തിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള വാക്കാണത്. നമ്മളിപ്പോൾ ജനിച്ചപ്പോഴേ മുസ്ലിമായി കലിമ ചൊല്ലി മദർസിലും പള്ളിയിലും ജുമഅക്കൊക്കെ പോയി വരുന്ന ആളുകളായതുകൊണ്ട് ഞാനീ പറയുന്നതിൻ്റെ പ്രസക്തി ഒരുപക്ഷെ പെട്ടെന്നങ്ങ് പിടികിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ വലിയൊരു തലമുറ ഈ ഒരു അടിസ്ഥാനമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നൊരു സദസ്സാണല്ലോ ഇത്. ഖുർആൻ സൂറത്തുർ റഅദിൽ വലിയ ഒരു പ്രവചനം അള്ളാഹു ചെയ്തു വെച്ചിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്നൊരായത്ത്, 31-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ. അർത്ഥറിയുന്നവർ ആലോചിച്ച് മനസ്സിലാക്കി എന്താണ് അല്ലാഹു പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദ് ഔ കുല്ലിമ ബിഹിൽ മൗതാ ബലില്ലാഹിൽ അംറു ജമീഅ. أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد.
പർവ്വതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലുകളാണ്. എവറസ്റ്റ് ഉൾക്കൊള്ളുന്ന ഹിമാലയമടക്കം ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്നതിൻ്റെ 2/3 ഭാഗത്തോളം അതിലേറെയും ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുപോലെ കിടക്കുന്ന പർവ്വതങ്ങൾ. കാണുന്നതിൻ്റെ പകുതിയോളം ഭൂമിൻ്റെ ഉള്ളിലേക്ക് വേരുകളായി പോയിട്ടുണ്ടെന്നാണ്. ആ പർവ്വതങ്ങളെ ഒന്ന് മൂവ് ചെയ്യുക എന്നത് സങ്കല്പിച്ചു നോക്കൂ. ഒരു പർവ്വതത്തെ നമുക്ക് പൊട്ടിക്കാം, ബ്രേക്ക് ചെയ്യാം, പാറയ്ക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പർവ്വതത്തെ മൂവ് ചെയ്യാൻ മാത്രമുള്ള സംവിധാനം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ? നമുക്ക് JCB കൊണ്ട് എന്തെങ്കിലും കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ നീക്കാം. ഒരു പർവ്വതം നീക്കുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് അതുപോലും സാധ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ. അസലിയായ അബദിയായ അല്ലാഹു ജല്ല ജലാലു ഖുദ്റത്തിൻ്റെയും ഹിക്മത്തിൻ്റെയും ബസീറത്തിൻ്റെയും സുൽത്താനിൻ്റെയും ജബറൂത്തിൻ്റെയും എല്ലാം അധികാരിയായ അല്ലാഹു, ആ പടച്ച തമ്പുരാന്റെ അനശ്വരമായ വാക്കുകൾ, വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ. അത് മനുഷ്യൻ ചൊല്ലിയതല്ല, മനുഷ്യന്റെ വാക്കുകളല്ല, ഒരാളും എഴുതി വെച്ചതുമല്ല. പുണ്യ നബി പോലും അത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞവരാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോലും ഖുർആൻ എന്റേതാണെന്ന് തങ്ങൾ അവകാശപ്പെട്ടില്ല. അവകാശപ്പെടാമായിരുന്നില്ലേ? തങ്ങൾ മആദല്ലാഹ് ഖുദാന ഖാസ്ത മആദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ അത് പറയാൻ കഴിയൂ. പ്രവാചകരെങ്ങാനും സത്യപ്രവാചകരല്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലാകമാനം 23 വർഷങ്ങളെ കൊണ്ട് അടിമുടി മാറ്റം വരുത്താൻ കാരണമായ പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരികത അത് കാണുമ്പോൾ അത് എൻ്റെ പവറാണ്, എൻ്റേതാണ് എന്ന് പറയാനല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക. പുണ്യനബി പറഞ്ഞതെന്താ? ഇത് എൻ്റെ വാക്കുകളല്ല, ഇത് എൻ്റേതല്ല, ഇതെനിക്ക് നൽകപ്പെട്ട വാക്കുകളാണ്. തങ്ങൾ പോലും അവകാശം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തങ്ങളെ മേൽ ഇത് ആരോപിക്കുന്നത്? എനിക്ക് വലിയ തമാശ തോന്നാറുണ്ട്. ഇത് മുഹമ്മദ് നബി എഴുതി വെച്ചതാണെന്ന്. തങ്ങൾ പറയുന്നത് ഞാൻ എഴുതിയതല്ല. തങ്ങളല്ലേ വാദിക്കേണ്ടത് ഞാൻ എഴുതിയതാണ്. തങ്ങൾ പറയുന്നത് എൻ്റേതല്ല. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സംവിധാനിച്ചിറക്കി കൊടുത്തതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇത് പുണ്യനബിക്ക് അവതരിപ്പിക്കപ്പെട്ട വാക്കുകളാണ്. ആ അനശ്വരമായ വാക്കുകളുടെ ഭൗതികവും അഭൗതികവുമായ കഴിവുകളെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഭൂമിയിലേക്ക് ആഴത്തിൽ ആണികളായി ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെപ്പോലും ഈ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ, ഖുർആനിന്റെ പാരായണം നടന്നു കഴിഞ്ഞാൽ ആ പർവ്വതങ്ങളെപ്പോലും അവിടുന്ന് സ്ഥാനചലനം നടത്താൻ മാത്രമുള്ള പവർ അള്ളാഹുവിന്റെ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? അള്ളാഹു ചോദിക്കുകയാണ്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ, പർവ്വതങ്ങളെ സ്ഥാനചലനം നടത്തുകയെന്നു മാത്രമല്ല, പർവ്വതങ്ങളെ അവിടെ അടർത്തിയെടുത്ത് പൊടിപൊടിയായി അതിനെ അവിടെ നിന്ന് സ്ഥാനചലനം നടത്തി പൊടിയായി മാറ്റിക്കളയാൻ മാത്രമുള്ള പവർ, അതിനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ? ഔ ഖുത്തിഅത് ബിഹിൽ അർളു, ഭൂമിയെ കീറി മുറിക്കാൻ മാത്രമുള്ള ഒരു ടെക്നോളജിയും മനുഷ്യനിന്ന് കണ്ടുപിടിച്ചിട്ടില്ല. 14-12 മൈലുകൾ ഭൂമിക്കുള്ളിലേക്ക് മനുഷ്യൻ തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന അതിൻ്റെ കോറിലേക്ക്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ കണ്ടുപിടിക്കുന്ന പ്ലാറ്റിനം പോലും ഉരുകി ഇല്ലാതാവുന്നതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെഷീനിനും ഭൂമിയുടെ ഉള്ളിൽ
കിടക്കുന്ന അതിസാന്ദ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ തുരക്കുന്ന മെഷീനുകൾ പോലും ഉരുകിപ്പോകും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ മാസ്മരികതയിലൂടെ ഭൂമിയെ പോലും കഷ്ണമാക്കാൻ കഴിയുന്ന പവർ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ? ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവങ്ങളായിരിക്കും. ഭൂമിയെ കഷ്ണിക്കാനുള്ള ഒരു കഴിവ് ഈ വചനങ്ങൾക്കുണ്ട്. നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടോ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ വരാൻ പോകുന്ന ഒരു ലോകത്തിന് വിശുദ്ധ ഖുർആൻ മെന്റലി അപ്പീലിംഗ് ആണ്. അവരുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരുപാട് ഹിക്മത്ത് അല്ലാഹു കാണിച്ചിടും. ഇപ്പം നമ്മൾ ചൊവ്വയിൽ പോകും, മനുഷ്യൻ ചൊവ്വയിൽ പോകുന്നു. ഇനി ബുധനിലേക്ക് പോകാം, വേറെ ഏതെങ്കിലും നക്ഷത്രത്തിലേക്ക് പോകാം, പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പോകാം. ഇവിടെ പോയാലും ഹബീബിന്റെ മെഹറാജിനോളം അതൊക്കെ എത്തുമോ? ഹബീബിന്റെ മെഹറാജിനെ മറികടക്കാൻ മാത്രമേ എന്താ അവിടെ കണ്ടെത്തിയത്? ഒന്നും കണ്ടെത്തിയിട്ടില്ല. മെഹറാജ് എന്താണ്? മനുഷ്യരിൽ നടത്തുന്ന സ്പേസ് ഷട്ടിലുകൾ എന്താണ്? എത്രയോ അടുത്താണ് നമ്മൾ പോകുന്നത്. പുണ്യനബി പോയത് 7 ആകാശങ്ങളെയും മറികടന്നുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഫോണിലൂടെ. ഇനി സ്മെല്ല് കേൾക്കാൻ തുടങ്ങുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നിമിഷ നേരങ്ങളെ കൊണ്ട്. അതിന് ടെലിപ്പോർട്ടേഷൻ എന്നാണ് പറയാ. വിശുദ്ധ ഖുർആൻ അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. അയ്യുക്കും യഅതീനി ബിഅർശിഹാ. യമനിലെ സഭയിൽ കിടക്കുന്ന ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണോ എനിക്ക് ഇങ്ങ് ഫലസ്തീനിലേക്ക് ഒരു നിമിഷാർദ്ധം കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നത്? ചോദിച്ചില്ലേ? നടന്ന സംഭവമാണ് ടെലിപ്പോർട്ടേഷൻ. അതൊക്കെ ലോകത്ത് നടന്നാലും ഇതുപോലെ 3500 കിലോമീറ്റർ ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നും ലോകാവസാനത്തിന്റെ മുമ്പ് മനുഷ്യന് കിട്ടണമെന്നില്ല. ഖുർആൻ അതിനെ മറികടന്ന് ചെയ്തു വെച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ അറിയാത്ത പല വിഷയങ്ങളുണ്ട്. 7 ആകാശങ്ങൾ എന്ന സങ്കല്പം, മനുഷ്യനെ ഒന്നാം ആകാശം എവിടെ തിരിയാത്ത കാലമാണ്. എവിടെയാണ് ഒന്നാം ആകാശം? ഇത് ലാ മഹദൂദ് അല്ലല്ലോ. ഈ ലോകം മഹദൂദാണ്, മഖ്ലൂഖാണ്. അതുകൊണ്ട് ഇത് മഹദൂദാണ്. പക്ഷെ ഇതിന്റെ ഹദ്ദ് എവിടെയാണ്? ഇതിന്റെ ബോർഡർ എവിടെയാണ്? ഇതിന്റെ പരിധി എവിടെയാണ്? നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് അടുത്ത നൂറ്റാണ്ടിൽ കണ്ടെത്തിയേക്കും. അത് കഴിഞ്ഞാൽ 2ാം ആകാശം കണ്ടെത്തും. 3 ഉണ്ട്, 4 ഉണ്ട്, ഇതൊക്കെ കണ്ടെത്തിയേക്കും. ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചം മുഴുവൻ ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ ആകെ 4% കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി 96% മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങളാണത്രേ. എത്രയോ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് താരസമൂഹങ്ങളെ മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം പ്രപഞ്ചത്തിന്റെ 4% ആയിട്ടുള്ളൂ. ബാക്കി 96% is unknown dark matter. മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത കറുത്ത ഇരുണ്ട എന്തോ സാധനങ്ങളാണെന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് ഈ ലോകം? അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മളായി 2 സെന്റ് ഭൂമിക്ക് തർക്കി ചുമ്മാനും വാപ്പാനും തെറ്റിച്ച് കുരുത്തക്കേട് വാങ്ങിപ്പോണത്. ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എന്താണ്? ഈ ലോകം എത്ര വലുതാണ്? ഇങ്ങനെ ചിന്തിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയാ സമാവാതു വൽ അർള്, പ്രപഞ്ചം ആകാശ ലോകങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രപഞ്ചത്തെ വായിക്കാൻ പറഞ്ഞ ഇത്രമേൽ മനോഹരമായൊരായത്ത് ആലോചിച്ച് നോക്കി.
ഈ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ എന്ന് പറയുന്നത് കാലത്തിന്റെ മുന്നേ സഞ്ചരിക്കുകയാണ്. പർവ്വതങ്ങളിലെ പാറ പൊട്ടിക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളുവെങ്കിൽ പർവ്വതത്തെ തന്നെ അവിടെ നിന്ന് പിഴുതെടുത്ത് പൊടിപൊടിയായി പർവ്വതങ്ങളെ തന്നെ അവിടെ നിന്ന് നിഷ്കാസിതമാക്കാൻ കഴിയുന്ന പവർ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. ഭൂമിയെ കീറിമുറിക്കാനുള്ള ഒരായുധവും നിങ്ങളുടെ കയ്യിലില്ല. ഇപ്പോ ഭൂമിയുടെ കോർ, ഭൂമിയുടെ ഉള്ളെന്ന് പറയുന്നത് അതിശക്തമായ 2000-ഉം 3000-ഉം ഡിഗ്രി അല്ല അതിലേറെ ചൂടിൽ തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവ പോലെയുള്ള ദ്രാവകമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് തുളക്കാൻ പറ്റുന്ന ഒരു മെഷീനും മനുഷ്യന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂമിയെ തുരക്കാനും ഭൂമിയെ കഷ്ണമാക്കാനും കഴിയുന്ന പവർ ഈ ഗ്രന്ഥത്തിനുണ്ട് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്കുള്ള ഖുർആൻ എറിഞ്ഞു കൊടുക്കുകയാണ്. നോക്കിക്കോ, കഴിഞ്ഞില്ല. ഔ കുല്ലിമ ബിഹിൽ മൗതാ, റൂഹ് നഷ്ടപ്പെട്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഡെഡ് ബോഡിയോട് വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതുമ്പോഴേക്കും ആ മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്ന വിധം ആ മനുഷ്യന്റെ ബോഡിക്ക് ലൈവ്ലിയായി ആരോഗ്യം തിരിച്ചു കിട്ടുന്ന പോലെ, ജീവൻ തിരിച്ചു കിട്ടുന്ന പോലെ മരിച്ച മയ്യത്തിന് സംസാരിക്കാൻ കഴിവ് കിട്ടുന്ന വിധമുള്ള പവർ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിനുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? എന്തായി പറയണതൊക്കെ? മരിച്ച മയ്യത്തിനെ സംസാരിപ്പിക്കാൻ കഴിയും ഖുർആൻ കൊണ്ട്. സൂറത്തുർ റഅദാണ് ഞാൻ ഓതുന്നത്. അത്ഭുതം എന്താണെന്നറിയോ? സയൻസുമായി ബന്ധപ്പെട്ട ഒരായത്തും പുണ്യനബി വിശദീകരിച്ചില്ല എന്നതാണ്. സ്വല്ലല്ലാഹു. ഒരു ഹദീസും സയൻസുമായി ബന്ധപ്പെട്ട ആയത്തുകളെ വിശദീകരിച്ചത് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതത് കാലഘട്ടത്തിലെ മുസ്ലിമും അമുസ്ലിമുമായ സയന്റിസ്റ്റുകൾ അവരാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് പുണ്യനബി അങ്ങാനും അതിനെ അന്ന് വ്യാഖ്യാനിച്ചു കൊടുത്താൽ ആട്ടിടയന്മാരായ അന്നത്തെ അറബികൾ ഇസ്ലാം എന്ന് ഓടും. എന്തായി പറയണത്? അതുകൊണ്ട് പുണ്യനബി വിശദീകരിച്ചില്ല. അത് 20-ലും 21-ാം നൂറ്റാണ്ടിലും ഇരിക്കുന്ന നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി എന്താണ് ആ പറഞ്ഞതിൻ്റെ പൊരുളെന്ന്. ഈ അനന്തമായൊരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിട്ട് റമദാന് മാത്രം തുറന്ന് പൂട്ടിവെക്കുന്ന നമ്മളല്ലേ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. ഇത്ര വലിയൊരു പവർ, ഭൂമിയെ കീറി മുറിക്കാൻ കഴിയുന്ന, മഹാമലകളെ എടുത്ത് മൂവ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള പവർ, അത്രയും വലിയ എനർജി ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾക്കുണ്ട്. മാത്രമല്ല മരിച്ച മനുഷ്യനെ സംസാരിപ്പിക്കാനും കഴിയും ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ, ഇവിടെ ഒന്നും നിൽക്കണില്ല. ബല്ലില്ലാഹിൽ അംറു ജമീഅ. ആ വാക്കിലെല്ലാം ഉൾക്കൊണ്ടു. ബൽ ലില്ലാഹിൽ അംറു ജമീഅ. It is not limited. ഈ പറഞ്ഞതിൽ ഇത് അവസാനിച്ചില്ല. ലില്ലാഹിൽ അംറു ജമീഅ. All affairs are due to Allah. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഇത് ചില ഹെഡ്ലൈനുകൾ മാത്രം അല്ലാഹു പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാൻ, അഫലം യയസില്ലദീന ആമനൂ. ജന്മനാ മുസ്ലിമായവർ, തറവാട്ടിൽ തന്നെ മുസ്ലിമായി ജനിച്ചവർ, ജനനം കൊണ്ട് മുസ്ലിമായവർ, കുട്ടിക്കാലം മുതൽ മുസ്ലിമായവർ, ഇസ്ലാമിന്റെ വില എന്താണെന്നറിയാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വചനം ഉച്ചരിക്കുന്നതിലൂടെ മനുഷ്യ മനസ്സിന് കിട്ടുന്ന അനിയന്ത്രിതമായ, അനിർവചനീയമായ, വിവരിക്കാൻ കഴിയാത്ത അനുഭൂതി എന്താണെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ ഞാനും നിങ്ങളും.
അഫലം യയസില്ലദീന ആമനൂ. ലോകത്തെ കുറച്ചാളുകൾ നിരീശ്വരവാദം പറയുമ്പോ, പടച്ചവനില്ല എന്ന് പറയുമ്പോ, ഇസ്ലാമിനെ പറ്റി ഒന്നും പഠിക്കാതെ അതും ഇതും അവിടെ നിന്ന് എറിഞ്ഞ് ഇസ്ലാമിക വിശ്വാസികളുടെ മനസ്സിന് വേദനയുണ്ടാക്കുമ്പോ സത്യവിശ്വാസികൾ നിരാശപ്പെട്ടു പോവുകയാണോ? അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീഅ. എന്താണ് ആളുകൾക്ക് ഇസ്ലാം മനസ്സിലാവാത്തത്? അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ, അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ സർവ്വ മനുഷ്യരെയും ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ലയോ? എന്തിനാ നിങ്ങൾ നിരാശപ്പെടുന്നത്? നിങ്ങളൊരു വെള്ളവസ്ത്രം ഇറങ്ങിയിരിക്കുകയാണ്, ഒരാൾ പറയാം അതിൽ ചെളിയുണ്ട് ചെളിയുണ്ട് ചെളിയുണ്ട്. അവര് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ചെളിയില്ല എന്നറിയൂലേ? ആ പറയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ പെൺകുട്ടികള് അവരാണ് ഈ ഉമ്മത്തിന്റെ അംബാസഡർമാർ. അവരുടെ വേഷം, അവര് തലമറക്കുന്നതും മഫ്ത ധരിക്കുന്നതും നിഖാബും ഹിജാബും ധരിക്കുന്നതും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും സ്വത്വബോധത്തിന്റെയും ഭാഗമാണ്. നമുക്ക് പല കോലത്തിലും നടക്കാൻ പറ്റും. ഒരു ട്രാക്ക് സൂട്ടും കുപ്പായിട്ട് നടന്നാൽ, ഒരു ടീഷർട്ടും ഒരു ജമ്പറിട്ട് നടന്നാൽ ആരും അറിഞ്ഞില്ല എന്ന് വരും. ഏതാ ജാതി കോലം? ഇപ്പൊ കുറെ കെട്ടും മട്ടും കാതിലും മൂക്കിലും കുത്തുന്ന കാലമാണ്, പറയും വേണ്ട. പക്ഷെ ഒരു പെണ്ണൊരു മുസ്ലിമത്തായ പെൺകുട്ടി എന്തൊരന്തസ്സാണത്. പെൺകുട്ടികളെ, നിങ്ങളുടെ ഹിജാബിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനോടെങ്കിലും നിങ്ങൾ ഇത് ചോദിക്കണം. ഞാനീ പറയുന്നത് എന്താ? ഒരു പെൺകുട്ടി അവളുടെ ചെസ്റ്റും അവളുടെ ക്ലെവേജും അവരുടെ ഷോൾഡറും അവളുടെ വയറും പൊക്കിളൊക്കെ കാണിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കാറുണ്ടോ എന്തിനാ പെങ്ങളിത് കാണിക്കുന്നത്? മുട്ടിൻ്റെ താഴെയും മുട്ടിൻ്റെ മീതയും തൈയുടെ പകുതിയിലുമൊക്കെ സ്കേർട്ട് ധരിച്ച് നടക്കുമ്പോഴേ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും ഒന്ന് കമന്റ് പറയാറുണ്ടോ? എന്തേ മോളെ ഇതൊക്കെ കാണിച്ചു നടക്കുന്നു? എന്തേ? അവൾക്കത് കാണിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ പറയുന്നവൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ശരീരം കാണിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഒരു വിശ്വാസിനിയായ പെൺകുട്ടിക്ക് അത് മറക്കാൻ അവകാശമില്ലേ? ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ അത്? അവൾക്ക് തുറന്നു കാണിച്ച് നടന്ന ആർക്കും ഒന്നും പറയാനില്ല. അത് അവളുടെ അവകാശമാണ്, അവളുടെ പേഴ്സണൽ ചോയ്സ്. മറക്കുന്നതും അവളുടെ പേഴ്സണൽ ചോയ്സാണ്. അതിനെന്തിനാ പിന്നെ കൊമ്പ് കോർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് അവളുടെ പേഴ്സണൽ ചോയ്സ്. അവൾ അവളുടെ മതം പഠിച്ചവളാണ്. ഈ ലോകം ശാശ്വതമാണെന്ന് ബോധിച്ചവളാണ്. പരലോകമുണ്ടെന്ന് വിശ്വസിച്ചവളാണ്. പുണ്യ റസൂലിലും ഖുർആനിലും വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് she has a right to cover up herself. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരും നിരാശപ്പെട്ടു പോകരുത്. ധാർമ്മികതയിൽ അന്തസ്സോടെ നിങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ അഭിമാനമാണ്. നിങ്ങൾ ഈ ഉമ്മത്തിന്റെ അഭിമാനം ഉയർത്തി കാണിക്കുന്നവരാണ്. ഈ ദീൻ കാലാകാലങ്ങളിൽ സുശക്തമായി നിലനിൽക്കും. എത്രയധികം പരിഹാസം ഈ ദീനിനെതിരെ വരുന്നുണ്ടോ അവരെ കൊണ്ടൊക്കെ ഇസ്ലാമിന് മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ. എത്ര യുക്തിവാദികളും എക്സും അല്ലാത്തതുമായ ആളുകൾ ഇസ്ലാമിനെതിരെ പറയാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സമ്മാനം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില്ലറയൊന്നുമല്ല അവർ ഈ ഉമ്മത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി തരുന്നത്. അവരാ ആരോപണം ഉന്നയിക്കുമ്പോഴല്ലേ ഇപ്പുറത്ത് പഠിക്കാൻ നിൽക്കുന്നത്. ആർക്കെങ്കിലും അറിയായിരുന്നു എന്താ വഖഫ് നിയമമെന്ന്? വഖഫ് പഠിച്ചില്ലേ? എന്തെല്ലാം നിയമങ്ങൾ പഠിച്ചു? ഇതൊക്കെ ഇവന്മാരെ തോണ്ടുമ്പോഴല്ലേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ അവസരമുണ്ടാക്കി തരികയാണ് അവർ. ഇസ്ലാം ഹോട്ട് ഷെയറിലാണ്, അതെന്നും അങ്ങനെയായിരിക്കും. ഖുർആനും അങ്ങനെയാ. അതിന് അപ്പൊ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. മാങ്ങ കായ്ക്കുന്ന മാവിനല്ലേ ഏറ് വരുള്ളൂ, അല്ലാത്തതിന് ആരെറിയാൻ പോവാന്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദീൻ എത്ര മനോഹരമാണ്. അവിടെ തീരുന്ന വിഷയമേ. നമ്മൾ ഇളകാതിരുന്നാൽ മതി. നമ്മൾ പഠിക്കണം. ഈ ഖുർആൻ മനുഷ്യർ 21, 22, 23 നൂറ്റാണ്ടായിക്കോട്ടെ, ഖുർആൻ പോലോത്ത അറബ് ഭാഷ സംസാരിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളല്ലാത്തവർ ലോകത്തുണ്ട്. പരിശ്രമിച്ചോട്ടെ, ഖുർആൻ പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല. ഖുർആൻ ഒരു വേറെ ഭാഷയാണെന്നാ ചിലർ പറയാ. പണ്ഡിതന്മാർ അങ്ങനെ പറയാം. അറബ് ഭാഷ, അറബ് അക്ഷരമാണ്. പക്ഷേ അറബ് അക്ഷരങ്ങളെ കൊണ്ട് ഖുർആൻ പോലത്തെ ഒരു ഫ്ലോ ഉള്ള ഒരു സെന്റൻസ് കൊണ്ടുവരാൻ കഴിയില്ല.
لقد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما. ഖുർആന്റെ ഭാഷാ പണ്ഡിതന്മാർ പറയും, അല്ലാഹ് എന്ന വാക്ക് ഈ സൂറത്തുൽ മുജാദലയിലെ ആദ്യത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാത്ത ഒരു സെന്റൻസ് ആയിരുന്നെങ്കിൽ, ഖദ് സമിഅ അല്ലാഹു, അല്ലാഹുവിന് പകരം ഏതെങ്കിലും ഒരാളുടെ പേര് പറയാം, ഇന്നയാൾക്ക് കേൾക്കാം. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ്. ആ അല്ലാഹ് എന്ന് ആവർത്തിക്കും. വല്ലാഹു യസ്മഉ തഹാവുറകുമാ. 3 തവണ അല്ലാഹ് എന്ന വാക്ക് ഉപയോഗിച്ചു. നിങ്ങൾ അതിന് പകരം ഒരു സെയ്ദെന്നോ മുഹമ്മദെന്നോ ഒരു അഹമ്മദെന്നോ ഒരു ബക്കറെന്നോ അവിടെ നിന്ന് വെച്ച് നോക്കി ഒന്ന് വായിച്ചു നോക്കൂ. ഈ ഭംഗിയുടെ 4000 അകലത്ത് പോലും എത്താൻ കഴിയില്ല. ഖദ് സമിഅ അല്ലാഹു. എന്തൊരു മനോഹരം! അറബ് ഭാഷ അറിയുമ്പോഴെന്തറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ആശയം ഒരു അറബി അറിയുന്ന ഇവിടെ ചാറ്റ് ജിപിടി ഒക്കെ ഉണ്ടല്ലോ, അവർക്കും കൊടുക്കുക. അവരോടൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു നോക്കൂ. ഖുർആന് സമാനമായ ഈ ആശയം ഒരു അറബിയിൽ കൊണ്ടുവരാൻ വളരെ പ്രിസൈസ്, ഷോർട്ട് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്, അങ്ങനെ ഒരു സെന്റൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരിക്കലും ഖുൽ ഹുവല്ലാഹു അഹദിനോളം എത്തുകയുമില്ല. അതാ ഭാഷ അറിയുന്നവരൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ആ വശം ഖുർആനിന്റെ ബലാഗിയായ ഇജാസിനെ സംബന്ധിച്ച് പറയുന്നില്ല. അത് പഠിക്കേണ്ടതാണ്. ഇത് ഹബീബിന് അല്ലാഹു നൽകിയ അല്ലാഹുവിൻ്റെ മുത്തുമണികളാണ്. ആ വചനങ്ങളാണ് മനുഷ്യനെ ഈ ജീവിതം ജീവസുറ്റാക്കുന്നത്. ആ വചനങ്ങളാണ് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളാണ് ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും അസുഖങ്ങൾക്ക് ശിഫയാകുന്നത്. ഈ വചനങ്ങളാണ് നമ്മുടെ ചിന്തകളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഈ വചനങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഗ്രന്ഥം, ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു നോവൽ, ഷെർലക് ഹോംസിന്റെ ഒരു നോവൽ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു നോവൽ ഒരു തവണ വായിച്ചു, ഒരു പക്ഷേ ഭാഷ ഇംഗ്ലീഷിൽ ഒറിജിനൽ, അതിന് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ വായിക്കണം എന്ന് തോന്നും. ഓക്കെ, 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുക. 4-ാം തവണ നിങ്ങൾക്ക് വായിക്കാൻ തോന്നില്ല. 5-ാം തവണ അത് ബോറടിക്കും. 6-ാം തവണ നിങ്ങൾ അതിന് അരികത്ത് പോവില്ല. ഇനി നിങ്ങൾക്കത് വേണ്ട. ഐ എം ഡൺ വിത്ത് ഇറ്റ്. എനിക്കിനി വേണ്ട, ഞാനത് വായിച്ചു തീർന്നതാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമേ ലോകത്തുള്ളൂ പരിശുദ്ധ ഖുർആൻ. ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും പഠിച്ചു തീർന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. ഇനിയും അവിടെ പഠിക്കാൻ ബാക്കി കിടക്കുകയാണ്. ഒന്നും തീർക്കാൻ പറ്റുന്നില്ല. നമുക്കൊരിക്കലും ഇനിയും ആശയങ്ങൾ അറിയാത്ത ആഴക്കടലുകളായി കിടക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ലാ തൻഖദി അജായിബുഹു. അക്ഷരജ്ഞാനമില്ലാതിരുന്ന, എഴുത്തുകൾ എഴുത്തും വായനയും അറിയില്ലാതിരുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചത്? അല്ലാഹുവിന്റെ വചനങ്ങളല്ലാതെ എന്താണിത്? പിന്നെ അതല്ലെങ്കിൽ പിന്നെ എന്താണ്? ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിൽ വന്ന് വിശുദ്ധ ദീൻ എന്താണെന്ന് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഖുർആൻ അല്ലാത്തത് ഖുർആൻ പറയുന്ന ഖുർആനിന്റെ ശൈലിയിൽ ഓതിയാൽ പോലും മനസ്സിലാവുന്നത് ഖുർആൻ അല്ല. നമ്മൾ നിക്കാഹിന്റെ സദസ്സിലൊക്കെ ഖുത്ബ ഓതൂലേ, അതൊക്കെ ഖുർആൻ ഓതുന്ന പോലെ ഉന്നത്തും ഇദ്ഗാമും ബിലാ ഉന്നയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓതിയാൽ പോലും അതിൽ പറയുന്ന ആയത്ത് വേറിട്ട് നിൽക്കും. ഇത് വേറെയാണ്. 200ഓളം ആളുകളുമായി കെയ്റോവിൽ നിന്ന്
സൈപ്രസിലേക്ക് കടന്നു പോകുന്ന സൈപ്രസ് വഴി ലണ്ടനിലേക്ക് കടന്നു പോകുന്ന ഒരു കപ്പലിൽ ഒരു പണ്ഡിതൻ ഖുതുബ നടത്തിയത് ലോക ചരിത്രത്തിലുണ്ട്. വെള്ളിയാഴ്ച യാത്രക്കാരാണ്, പക്ഷെ അദ്ദേഹം ഖുതുബ നടത്തി കപ്പലിൽ വെച്ച്. ആ ഖുതുബ കേട്ടുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷുകാരി, അവര് ഖുതുബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പണ്ഡിതന്റെ അരികത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ അറബി ഭാഷ എനിക്ക് ഏറെക്കുറെ കേട്ടാൽ മനസ്സിലാവും, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചില വ്യത്യസ്തമായ ഒരു അറബി സംസാരിച്ചല്ലോ, അതെന്തായിരുന്നു? അതെന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ ടൂറിസ്റ്റായി ആ ഷിപ്പിലുണ്ടായിരുന്ന സഹോദരി, ഒരു യൂറോപ്പുകാരി, ആ ഖുതുബ നിർവഹിച്ച പണ്ഡിതനെ വന്നു കണ്ടു. അദ്ദേഹം ഒരു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നു. സയ്യിദ് ഖുതുബാണ്. സയ്യിദ് ഖുതുബ നടത്തിയൊരു ഖുതുബയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചത് ചരിത്രമാണ്. കാരണം എന്തെന്നറിയോ? അറബ് ഭാഷയിൽ ചെയ്ത ഖുതുബക്കിടയിൽ വിശുദ്ധ ഖുർആൻ അദ്ദേഹം ഓതുന്നുണ്ടായിരുന്നു. ആ ആയത്തുകളാണ് ഈ ഉമ്മയെ സ്വാധീനിച്ചത്. അർത്ഥമൊന്നും അറിയണ്ട, ആ വചനങ്ങൾക്കൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനമാണ് തുഫൈലു ദൗസി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുമ്പോൾ, മുസ്ലിമല്ലാതിരുന്ന സമയം കഅബാലയത്തിന്റെ അരികെ വന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മഹാനായ തുഫൈൽ എന്നവരുടെ ചെവിയിൽ ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടി പരുത്തി വെച്ചു കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് പറഞ്ഞയച്ച മക്കയിലെ പ്രമാണിമാർ തുഫൈൽ റളിയല്ലാഹു അൻഹു തന്നെ കഥ പറയുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ പുണ്യ റസൂൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ പ്രദക്ഷിണം ചെയ്യുകയാണ് കഅബയെ. ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, മുമ്പേ കഅബയെ അവർ ബഹുമാനിക്കുന്നവരാണ്. അന്നത്തെ അറബികൾ കഅബയെ അവർ തവാഫ് ചെയ്യുന്നവരാണ്. തവാഫ് ചെയ്യുമ്പോൾ പുണ്യ റസൂലിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ എന്തോ മനോഹരമായ വചനങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. എൻ്റെ ചെവിയുടെ പരുത്തി വെച്ച് അടച്ചു വെച്ച എൻ്റെ ചെവിക്കുള്ളിലേക്ക് അത് തുളച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ചിന്തിച്ചു, ഞാൻ അറബി അറിയുന്ന ഒരു ഭാഷാ പണ്ഡിതനാണല്ലോ, ഒരു കവിയാണല്ലോ, എന്തുകൊണ്ട് ഞാൻ ഇവർക്ക് ഇങ്ങനെ അടിമപ്പെട്ടു കൊടുക്കണം? ഞാനൊന്ന് കേട്ടാൽ എന്താണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു ആ പരുത്തി ചെവിയിൽ നിന്ന് എടുത്തു മാറ്റിയത്. എന്നിട്ട് മനസ്സ് നിറയോളം കേട്ടു ഹബീബിന്റെ നിസ്കാരം. അവിടുന്ന് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ഇടയിൽ അവിടുന്ന് നിർവഹിക്കുമ്പോൾ ഓതിയിരുന്ന ആയത്തുകൾ തുഫൈലു ദൗസി റളിയല്ലാഹു അൻഹു കേട്ടതാണ്. ദൗസ് ഗോത്രം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന വിധം മഹാനവറുകളുടെ മനസ്സിനെ സ്വാധീനിച്ചത് ഹബീബിന്റെ ഖിറാഅത്തായിരുന്നു. അപ്പൊ നമുക്ക് വെറുതെ യൂട്യൂബിൽ ഖുർആൻ ഒന്ന് പ്ലേ ചെയ്യാം, ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഖുർആൻ അങ്ങനെ ചെയ്യുന്ന എത്ര ചാനലുകാരുണ്ട്. നമുക്ക് വെറുതെ കേട്ടിരുന്നൂടെ? നമുക്ക് ഓതാൻ സമയമില്ല, നമുക്ക് തിരക്കാണ്, നമുക്ക് തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്. ഒന്ന് എയർ പ്ലഗ് വെക്കുക, ഒരു ഹെഡ്ഫോൺ വെക്കുന്നു, എയർപോഡ് വെക്കുന്നു, ഏതെങ്കിലും ഖുർആൻ ചാനലുകൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കേട്ടുപോയിക്കൂടെ? എന്തൊരു മനോഹരമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു മൊബൈൽ ഫോൺ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ചാർജ് അങ്ങ് ഡൗൺ ആയി പോകുന്ന പോലെ 24 മണിക്കൂറിനുള്ളിൽ മുസ്ലിം ഖുർആൻ കേട്ടില്ലെങ്കിൽ അവന്റെ ഈമാനിന്റെ ചാർജ് കെട്ടുപോകും. 24 മണിക്കൂർ സമയം അതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ നിർബന്ധമായും കേട്ടിരിക്കണം. 5 നേരത്തെ നിസ്കാരം നമ്മൾ ഓതുന്നവരാണ്, ഖുർആൻ കേൾക്കണം. നമ്മൾ ഓതാൻ മറ്റൊരാൾ ഓതിത്തരാം, ആരോ ഓതുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കേൾക്കാം. എങ്ങനെയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതിനുള്ളിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആകുന്ന പോലെ നമ്മുടെ ഈമാൻ ഡൗൺ ആയിട്ടുണ്ടാവും. പിന്നെ അതിനെ ഉണർത്തിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഒരല്പസമയം എപ്പോഴെങ്കിലും യാത്രയിലോ മറ്റോ ആയിരിക്കട്ടെ, നമുക്ക് സൗകര്യപ്പെടുന്ന ഒഴിവ് സമയങ്ങളിൽ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക. അതിനൊരു മനോഹാരിതയുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്ന വെള്ളത്തിന്, റുഖിയ ചെയ്യുന്ന വെള്ളത്തിന് ഒരു മനോഹരമായൊരു കെമിക്കൽ റിയാക്ഷൻ അതിൽ നടക്കുന്നുണ്ടെന്നാണ്, ഒരു കെമിക്കൽ ഫോർമുല അവിടെ രൂപപ്പെടുന്നുണ്ടെന്നാണ്. അത് എല്ലാ വെള്ളത്തിനും ഉണ്ട് കേട്ടോ. ലോകത്ത് അങ്ങനെ ഒരു പഠനം നടന്നത് ഈ അടുത്ത് ഒരു ആലിമീങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മഹാപണ്ഡിതൻ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി.
ഒരു സയന്റിസ്റ്റുകളുടെ സമ്മേളനമാണ്. അപ്പൊ അവർ പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസിറ്റീവ് കമന്റ് ആ വെള്ളത്തിന്റെ അരികത്ത് വെച്ച് പറയാം. ചിലർ ഐ ലവ് യു എന്ന് പറഞ്ഞു, ചിലർ വേറെന്തെങ്കിലും പറഞ്ഞു, ചിലർ പാട്ടുപാടി കൊടുത്തു. ഒരു മിനിറ്റിൽ താഴെ ആ വെള്ളമെടുത്ത് നേരെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ വെള്ളത്തിന്റെ മോളിക്യൂളുകൾക്ക് രൂപഘടനയിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ്. നമ്മൾ മന്ത്രിച്ചൂത എന്ന് പറയില്ലേ, വെള്ളത്തിൽ ഊതുന്നത്, പ്രത്യേകിച്ച് സംസം വെള്ളത്തിൽ ഫാത്തിഹ ഓതി. ഇതുപോലെ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം സയന്റിസ്റ്റ് കൂടിയാണ്, അദ്ദേഹം അത് ചെയ്തപ്പോൾ അതിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഈ വെള്ളങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്നതാ, ഇതിലെന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതിയതാണ്. അങ്ങനെ പിന്നെ അവർ വേറൊരു വെള്ളം കൊടുത്തു, ഇതിലൊന്ന് ഓതിക്കാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം സൂറത്തു യാസീൻ മുഴുവനായിട്ടും അതിൽ ഓതിക്കൊടുത്തു. അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഘടനാ മാറ്റങ്ങളിൽ അതിമനോഹരമായ രൂപങ്ങൾ കാണപ്പെട്ടു. നമ്മുടെ ഐസിൻ്റെ ഒക്കെ ചില ചിഹ്നങ്ങൾ കാണില്ലേ എന്നതുപോലെ അതിനെ സംബന്ധിച്ച് വലിയൊരു പഠനം നടത്തിയ ഒരു സയന്റിസ്റ്റാണ് ഡോക്ടർ അബ്ദുദ്ദാഇം അൽ കഹീൽ. വെള്ളത്തിൽ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചൂതുമ്പോൾ അതിലുണ്ടാകുന്ന ഘടനാ വ്യത്യാസങ്ങൾ. അപ്പോൾ എന്താണ് വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കണം എന്നൊക്കെ പറയുന്നത് എന്നതിൻ്റെ ചെറിയൊരു പൊരുൾ മനസ്സിലാക്കാൻ ഒരു സൂചന മാത്രം നൽകുകയാണ്. അത് മാത്രം സംബന്ധിച്ച ഒരു തീസിസ് അബ്ദുദ്ദാഇം അൽ കഹീലിൻ്റെ പഠനങ്ങളിൽ കാണാൻ കഴിയും. ഒരുപാട് ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി. ഒരു വെള്ളത്തിൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്, അതിൽ ഷിഫാഇന്റെ കാരണം ഉണ്ടാകുന്നുണ്ട്, മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ അതിന്റെ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ ولا يزيد الظالمين إلا خسارا. ഒന്നുകൂടെ, നമ്മൾ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആ ശിഫ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഓതുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ ولا يزيد الظالمين إلا خسارا. ഒരു മനുഷ്യന്റെ ചെവിയിലൂടെ രോഗമുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ, മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ മരുന്ന് കഴിക്കണം, ചികിത്സിക്കണം, അതൊക്കെ വേണം. എന്നാൽ അതോടൊപ്പം പരിശുദ്ധ ഖുർആനിന്റെ റുഖിയ കൂടി ചെയ്താൽ അതിന് ഫലമുണ്ട്. ഈ ആയത്ത് ഷിഫാഇന്റെ ആയത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിലെ ഓരോന്നും ഷിഫയാണ്, വറഹ്മ കാരുണ്യമാണ്, റഹ്മത്താണ്, ലിൽ മുഅ്മിനീൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്. അങ്ങനെയാണ്. വിശ്വസിക്കാത്ത എത്ര ആളുകളുണ്ട്? വിശ്വാസം എന്നത് കണ്ണുകൊണ്ട് കാണാത്തതിനെയാ വിശ്വസിക്കുക, അല്ലേ? കണ്ണുകൊണ്ട് കാണാത്തതിന് വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് വയഹ്മിലൂന അർശ റബ്ബിഹിം, പരിശുദ്ധനായ റബ്ബ് തആലയുടെ അധികാരത്തിന്റെ സിംബലായ അർശ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി, ആ അർശിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു യുഅ്മിനൂന ബിഹി, ആ അർശിനെ ചുമക്കുമ്പോഴും അവർ അല്ലാഹുവിനെ കാണുന്നില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകം എന്നത് വിശ്വാസമാണ്. ഇതുപോലെ ഒരു പുക കാണുമ്പോ, കറുത്ത പുകയീരുമ്പോ അവിടെ തീയുണ്ട് എന്ന്
പറയുന്നത് വിശ്വാസമാണ്. അല്ലേ? നിങ്ങൾ തീ കാണുന്നില്ല, പുക കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം കാണുമ്പോൾ ഇതിന് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടാവ് നിയോഗിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയായി വന്ന ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബായ കണ്ണിലുണ്ണിയായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രവാചകർ പറഞ്ഞതും കാണിച്ചു തന്നതും സത്യമാണെന്ന് ബോധിച്ചതിന്റെ പേരിൽ തലമുറകളിലേക്ക് താബിഈങ്ങളിലൂടെ കാലാകാലങ്ങളിലേക്ക് കൈമാറ്റപ്പെട്ടു വരുന്ന സത്യസന്ധമായ വഴിത്താരകളുടെ സാക്ഷ്യമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മുതവാത്തിറാണ് എന്നാണ് പറയാ. ഖുർആൻ മുതവാത്തിറാണ്. നിഷേധിക്കാൻ കഴിയാത്ത വിധം സത്യസന്ധത കൊണ്ടു നടന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് കൈമാറിയത്. ഒരു വ്യക്തി, ഒരാൾക്കല്ല. ഇത് തലമുറകളായി കൈമാറിയ ഗ്രന്ഥമാണിത്. 21-ാം നൂറ്റാണ്ടിൽ ഇരിക്കുമ്പോ 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ തന്നെയാണോ ഇന്നത്തേത് എന്നറിയാൻ ഒന്ന് ടാഷ്കന്റ് മ്യൂസിയത്തിൽ പോയി പരിശോധിച്ചാൽ മതി. UN അംഗീകരിച്ച യുനെസ്കോയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ഖുർആൻ അവിടെയുണ്ട്. കാർബൺ ഡേറ്റിംഗ് പ്രകാരം 1400 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട റസ്മുൽ ഉസ്മാനി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഉസ്മാൻ തങ്ങളുടെ ഖുർആൻ അൽ മുസ്ഹഫുൽ ഉസ്മാനി ഇവിടെയുണ്ട്. ഇന്നത്തെ മുസ്ഹഫും അതും ഒരു വ്യത്യാസവുമില്ല. ഡോട്ടുകളുണ്ട്, പുള്ളിയും കുത്തൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പഴയ ലിപിയിൽ പുള്ളിയും കുത്തുമില്ല. പക്ഷേ അക്ഷരങ്ങൾ ഒന്നുപോലും ഏറെ ഇങ്ങനെയൊക്കെ ഒതന്റിക്കായിട്ട് പറയാൻ പറ്റുന്ന ഏത് മതവിശ്വാസത്തിൻ്റെ രേഖയാണെന്ന് ലോകത്തുള്ളത് ഖുർആനല്ലാതെ? നമ്മുടേത് വെറും ബ്ലൈൻഡ് വിശ്വാസമല്ലല്ലോ. നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ ആളുകളല്ല. മുസ്ലിമീങ്ങൾ വലിയ യുക്തിയിൽ ജീവിക്കുന്നവരാണ്. ആ യുക്തിചിന്ത വഴിവിട്ടു പോകുമ്പോഴാണ് പിന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ ശറഈന്റെ ചില വീക്ഷണങ്ങളെ ബുദ്ധി കൊണ്ട് ഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അഖൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും അത് ബിദ്അത്താണെന്ന് പറയും. അല്ലേ? അത്രമേൽ യുക്തിചിന്തയുടെ സ്വാധീനമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. കിട്ടുന്ന ചെറിയ സൂറത്തെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക, യാസീൻ ഓതിക്കൊണ്ടിരിക്കുക. ഒരു ജുസെങ്കിലും ഒരു ദിവസം. ഞങ്ങൾ മൊറോക്കോയിൽ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അവിടെ ഹസൻ ഥാനി മസ്ജിദ് എന്ന് പറയുന്ന ലോകത്തെ 14ാമത്തെ ഏറ്റവും വലിയ മസ്ജിദ്, സുൽത്താൻ ഹസൻ രണ്ടാമൻ്റെ പേരിലുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ മസ്ജിദ്. ആ മസ്ജിദിനകത്ത് മൊറോക്കോക്കാരുടെ ഒരു സംവിധാനം കണ്ടത് 2 ഹിസ്ബ് എല്ലാ ദിവസവും അവർ ഓതും. ഇമാം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് അസറിൻ്റെ മഗ്രിബിൻ്റെ ശേഷവും ഫജ്റിൻ്റെ ശേഷവും ഒരു ദിവസം ഒരു ജുസ് പള്ളിയിലിരുന്നു കൊണ്ട് അവർ പൂർത്തിയാക്കും. എല്ലാ അറബ് മാസവും ഒരു ഖത്തം ഇമാമിൻ്റെ നേതൃത്വത്തിൽ അവർ തീർക്കും. എന്തൊരു മനോഹരമാണ്. നമ്മളൊന്നും ഒരു വാദവും കേട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിലൂടെ, ഓതുന്നതിലൂടെ കിട്ടുന്നൊരു തർബിയത്തുണ്ട്. അത് ഖുർആൻ കൊണ്ടേ ചെയ്യാൻ കഴിയും. അത് മാത്രം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു നൽകുന്ന നൂറാണത്. നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ചെയ്താൽ എന്താ? ഒരു 2 പേജ് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ജുസ് പൂർത്തിയാക്കാൻ കഴിയില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ പള്ളികളൊക്കെ എത്ര മനോഹരമാണ്. ഇബാദത്ത് കൊണ്ട് ഇതിനെ അലങ്കരിക്കണ്ടേ? ശുദ്ധ വചനങ്ങളെ കൊണ്ട് ഇതിനെ സമൃദ്ധമാക്കണ്ടയോ? വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവനാണ്, നമ്മുടെ ബാറ്ററിയാണ്. ولقد رأيت رسول الله صلى الله عليه وسلم يصلي. മഹാനായ താബിഈ മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ ശിഖീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഉപ്പയായ
അബ്ദുല്ലാഹിബ്നു ഷഖീർ തങ്ങളെ കുറിച്ച് പറയുന്നു, ഒരു സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്ന ഹബീബിന്റെ നിസ്കാരത്തെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹ് യുസല്ലി, ഹബീബ് നിസ്കരിക്കുന്നത് ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. വലി സ്വദിരിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുകാ, വെള്ളം തിളപ്പിക്കുമ്പോൾ അത് തിളച്ചു വരുമ്പോൾ ആ വെള്ളത്തിലെ പാത്രത്തിന് തിളക്കത്തിന്റെ ഒരു പതക്കുന്ന ശബ്ദം വരുന്ന പോലെ ഹബീബിന്റെ നെഞ്ചകത്ത് നിന്ന് ഒരു പതക്കലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു അവര് ഖുർആൻ ഓതുമ്പോഴെല്ലാം. ഹബീബ് തങ്ങള് നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ അവരുടെ ഹൃദയത്തിനൊരു തേങ്ങി കരച്ചിലുണ്ടായിരുന്നത്രേ, ഒരു തേങ്ങൽ. കഅസീസിൽ മിർജലി, വെള്ളം തിളക്കുമ്പോൾ തിളക്കുന്ന പാത്രത്തിന്റെ ശബ്ദം പോലത്തൊരു ശബ്ദം എൻ്റെ ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബ്നു ഷഖീർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത്. പുണ്യനബിക്ക് മുമ്പ് തൗറാത്തുണ്ട്, ഇൻജീലുണ്ട്, സബൂറുണ്ട്, ഖുർആനുണ്ട്, സുഹഫുണ്ട്, മറ്റമ്പിയാക്കന്മാർക്ക് നൽകുന്ന വേദങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു കൊടുത്ത ചില മാനുസ്ക്രിപ്റ്റുകളുണ്ട്. അതൊക്കെ അവർ ഓതുന്നവരാണ്. ഉലൈക الذين أنعم الله عليهم من النبيين من ذرية آدم عليه السلام എന്ന് പറയണ്ടേ? أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح عليه السلام ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن. പ്രവാചകന്മാരെ കുറിച്ച് പറയണേ, അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ കേൾക്കുമ്പോൾ إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. يا الله, ആരെക്കുറിച്ചായി പറയുന്നത്? أولئك الذين أنعم الله عليهم من النبيين من ذرية آدم. മനുഷ്യ പരമ്പരയുടെ തുടക്കക്കാരനായ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാമിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് നബിയെ അങ്ങയോട് നാം പറയുന്നത്. പ്രവാചകന്മാർ. وممن حملنا مع نوح, നൂഹ് നബിയുടെ കപ്പലിലേറി വന്ന പ്രവാചകരും കൂടെയുണ്ടായിരുന്ന മഹാന്റെ വിശ്വാസത്തെ സ്വീകരിച്ച മുഅ്മിനീങ്ങളായ ആളുകളും. ومن ذرية إبراهيم وإسرائيل, ഇബ്രാഹിം നബിയുടെയും ഇസ്രായേൽ നബിയുടെയും മക്കളിലൂടെ. ആരാ ഇസ്രായേൽ നബി? യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. ومن ذرية إبراهيم وإسرائيل, അവരുടെ മക്കളും യാക്കൂബ് നബിയുടെ മക്കളും ഇബ്രാഹിം നബിയുടെ മക്കളുമായി വന്ന പ്രവാചകന്മാർ. وممن هدينا واجتبينا, നാം തിരഞ്ഞെടുക്കുകയും ഹിദായത്ത് നൽകുകയും ചെയ്തവരാണ് അവർ. എന്താ അവരുടെ അവസ്ഥ? إذا تتلى عليهم آيات الرحمن, കാരുണ്യവാന്റെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞെടുത്ത് റഹ്മാൻ എന്ന പ്രയോഗം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഖറൂ സുജ്ജദൻ വബുകിയ,
കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് അവർ താഴെ വീഴുന്നവരാണ്, സുജൂദിൽ വീഴുന്നവരാണ് അവര്. അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നിസ്കാരമില്ല. ഒന്ന് ജലദോഷം പിടിച്ച് പനി പിടിച്ചാൽ ളുഹൂറുല്ല, അസ്റുല്ല, മഗ്രിബുല്ല, ഒന്നുമില്ല. കാലിന് ചെറിയൊരു നഖം വന്ന് ചീന്തിപ്പോയാൽ പിന്നെ ഒരു മാസത്തെ നിസ്കാരമില്ല. കയ്യിന് ബാൻഡേജ് കിട്ടിയോ പിന്നെ 4 മാസത്തെ നിസ്കാരമില്ല. ചിലരെങ്കിലും അല്ലാഹു ഇങ്ങനെ ആക്കിയോണ്ടല്ലേ, എനിക്ക് ഓതുണ്ടാക്കാൻ പറ്റാണ്ടാക്കിയത് പടച്ചവനല്ലേ. സുബ്ഹാനല്ലാഹ്. ആയാത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഒന്ന് കയറി പിടിച്ചൊരു കാര്യം പറയണേ, വിഷയത്തിന്റെ ഭാഗം അല്ല എന്നിരിക്കാം. ആരാണ് ഈ റഹ്മാൻ? പുണ്യനബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, അള്ളാഹുവിനെ എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? കാരുണ്യവാനായ അള്ളാഹു. ഇത് പറഞ്ഞത് ജനിക്കുമ്പോൾ വാപ്പയെ കണ്ടിട്ടില്ലാത്ത നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. മദ്രസ സ്കൂളും ചേർത്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലേ, ഒരു പാരൻസ് ഈവനിങ്ങിന് വരാൻ വാപ്പയില്ല ഉമ്മയില്ല. ഉണ്ടോ? ഉമ്മയെ കിട്ടിയില്ല. 7 മക്കളുണ്ടായിരുന്നു. 6 മക്കളും വാപ്പയായി നബിതങ്ങൾ ജീവിച്ചിരിക്കെ മരിച്ചു. ആ മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബി അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹു. അപ്പം നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹു ആരാ? നമ്മളാണെങ്കിൽ ഈ സ്ഥാനത്തത് പറയോ റഹ്മാനു റഹീം? ഹബീബിനത് പറയാൻ, പഠിപ്പിച്ചു തരാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അങ്ങനെയല്ലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. صلوا على النبي محمد وآله. إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ത്യാഗത്തിലും വേദനയിലും ജീവിക്കുമ്പോഴും ഹബീബിന് അല്ലാഹു കാരുണ്യവാൻ തന്നെയാണ്. മക്ക കാലഘട്ടം മുഴുവനും താടന പീഡനങ്ങളുടെ കാലം. ഹബീബിനെ കൊല്ലാൻ 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായ കാലഘട്ടം. 11 തവണ നബിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിലാകെ സമാധാനിച്ചത് മദീനത്തേക്ക് പോയതിന് ശേഷം. ആ പോയ 9 ചില്ലാനം വർഷം അല്ലെങ്കിൽ 10 വർഷം, ആ 10 വർഷത്തിനുള്ളിലാണ് 40 ചെറുതും വലുതുമായ യുദ്ധങ്ങളെ നബിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അപ്പോഴും നബി തങ്ങൾ വിളിച്ചത് യാ അല്ലാഹു യാ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവേ എന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നബി തങ്ങൾ ഇവിടെ മറന്നില്ല. നമ്മൾ മറക്കുന്നില്ലേ? പുണ്യനബി ഞങ്ങൾ എന്നിട്ടും പഠിപ്പിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹു, കാരുണ്യവാനായ അല്ലാഹു. നമ്മൾ ആലോചിക്കുക. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. വിശുദ്ധ വചനങ്ങൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ നനയണമെന്നും കരുണയാൽ മനസ്സ് നിറഞ്ഞ് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നെറ്റിത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ച് സുജൂദിൽ വീഴുന്നവരാണ് ഈ ഗ്രന്ഥത്തിന്റെ അനുയായികളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഒതുവെടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന ഒരു പേജെങ്കിലും നമ്മൾ ഓതാൻ സമയം കണ്ടെത്തണേ.
എത്ര തിരക്കാണെങ്കിലും മക്കളെ ഒരുക്കണം, മക്കളെ കിടത്തണം, ഭക്ഷണം കൊടുക്കണം, അവരെ വസ്ത്രം അലക്കി കൊടുക്കണം, പഠിക്കാനുണ്ട്, അസൈൻമെൻറ്റുകളുണ്ട്, ഹോംവർക്കുകളുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ബന്ധമെങ്ങാനും മറ്റുപോയാൽ ചാർജില്ലാത്ത ഡെഡായി കിടക്കുന്ന ബാറ്ററി കൊണ്ട് ഏത് മൊബൈൽ വർക്ക് ചെയ്യാനാണ്? മനുഷ്യൻ്റെ ശരീരം ഡെഡായി പോകും. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, ഇതൊരു ബാറ്ററിയാണ്, ഇതൊരു ചാർജാണ്. ആ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും? പിന്നെ ലോകത്ത് കാണുന്ന എല്ലാ തരത്തിലുമുള്ള ഭൗതികതയുടെ തേരോട്ടത്തിന്റെ ഭാഗമായി നമ്മളും ഓടാൻ തുടങ്ങും. യൂട്യൂബർമാരും ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ തുടങ്ങും. അതിന് ഓശാരം പറയാനും ലൈക്ക് അടിക്കാനും അതിന് ചിരിച്ചു കൊടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ സമയമുള്ളൂ. സമാധാനം ലോകത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ സമാധാനത്തിന്റെ നിധിയാണ് പരിശുദ്ധ ഖുർആൻ. അത് ഓതാൻ അറിയാന്ന് പറഞ്ഞ എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. അറബ് ഭാഷ അറിയാത്തവർക്ക് പോലും ഖുർആൻ മനഃപ്പാഠമാക്കാൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നില്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. അറബ് ഭാഷ എളുപ്പമുള്ള ഭാഷയല്ല, പക്ഷേ ഖുർആനിന്റെ ഭാഷ മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ഇത് മനുഷ്യന് വേണ്ട ശ്വാസമാണ്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാണ്, വാരിക്കോരി കൊടുക്കുക. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് ഇവിടെ, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. كان أصحاب النبي صلى الله عليه وسلم إذا قرئ عليهم القرآن كما نعتهم الله. അസ്മാ ബീവി പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി, ഹബീബിന്റെ സ്വഹാബിമാർ വിശുദ്ധ ഖുർആൻ ആരെങ്കിലും ഓതുന്നത് കേൾക്കുമ്പോ, ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോ അവർ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെയായിരുന്നു. കരയുമായിരുന്നു, മനസ്സ് കോരിത്തരിക്കുമായിരുന്നു, ശരീരം ആനന്ദം കൊണ്ട് വിറക്കുമായിരുന്നു. ഇത് എൻ്റെ റബ്ബിന്റെ വചനമാണ്, എൻ്റെ ഇഷ്ടപ്പെട്ടവന്റെ വാക്കാണ്, എൻ്റെ സ്രഷ്ടാവിന്റെ വചനങ്ങളാണ്. സന്തോഷം. ഗസാലിമാൻ പറയാ, നിങ്ങൾക്ക് യാത്ര പോകുമ്പോ, അന്നത്തെ യാത്ര കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ അല്ലേ, ആ യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരാൾ ഒരു കത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൊണ്ടു തന്നതാണ് എന്ന് പറഞ്ഞൊരു കത്ത് തന്നാൽ, ആ പോകുന്ന പോക്കിനിടക്ക് വായിക്കുമ്പോൾ ശരിയായി വായിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വാഹനം സൈഡാക്കിയിട്ട് വായിക്കാറില്ലേ? അന്നത്തെ വാഹനം അതിലേറെ എത്ര കനപ്പെട്ടതാണ് നിങ്ങൾ ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ. ആരുടെ വാക്കുകളാണിത്? ആരുടെ വചനങ്ങളാണിത്? ലോകത്തിന്റെ ഗുരു പുണ്യനബി തങ്ങൾക്ക് അവതീർണമായ അവതരിപ്പിച്ചു കൊടുത്തതോ മാലാഖമാരുടെ നേതാവായ നസല ബിഹിർ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ വചനമല്ലയോ നമ്മുടെ കൈകളിലുള്ളത്? എത്ര ഭവ്യതയോടുകൂടെ അതിനെ ഒന്ന് ഓതി നോക്കാൻ നമുക്ക് സമയം കിട്ടണം. സമയം കിട്ടിയേ പറ്റൂ. വലിയ വലിയ മുസീബത്താണ് നമ്മുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയൊക്കെ. വലിയ മുസീബത്ത്. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഹോംവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുക, എന്തിനാ സ്കൂളിൽ പോകുന്നത്? യൂട്യൂബ് തീർന്നെങ്കിൽ പിന്നെ പോയേക്കും, ഇത് തീരുമോ? അവർ ചോദിക്കുന്ന എന്തിന് പഠിക്കണം? വലിയവർക്കും ചെറിയവർക്കും ഒന്നിനും സമയമില്ല. ഇത് നമുക്ക് വന്ന പരീക്ഷണമല്ലേ മുഅ്മിനെ? നമുക്ക് വന്ന പരീക്ഷണമല്ലേ? അള്ളാഹുവിൻ്റെ കലാമിൻ നമ്മൾ അതിനേക്കാളും വലുത് മറ്റാരൊക്കെയോ വിളിച്ചു പറയുന്ന റീൽസുകളാണ് എന്ന് നമ്മൾ അറിയാതെ പറയുകയല്ലേ ചെയ്യുന്നത്. നിസ്കാരം തെറ്റിപ്പോകുന്നു, അതിന്റെ സമയത്ത് നിർവഹിക്കാൻ വയ്യ. ഖുർആൻ എപ്പോഴെങ്കിലും ഓതിയിരുന്നത് പോലും ഓതാൻ സമയം കിട്ടാതെയായി. ഇതൊക്കെ വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ അതിജീവനം അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത് നമുക്കില്ലാതെ കുറെ ഒച്ച വെച്ച് കരഞ്ഞിട്ടൊരു കാര്യമില്ല, ആരും തിരിഞ്ഞു നോക്കില്ല. നമ്മളെ സംരക്ഷിക്കാനുള്ളത് അള്ളാഹു ജല്ല ജലാലുവാണ്. പടച്ചവൻ നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളായി മാറണം. അതിന് വിശുദ്ധ ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഹബീബിന്റെ ദഅവത്ത് ത്വായിഫിലേക്ക് വന്നപ്പോ അത് കേൾക്കാൻ മനുഷ്യർ തയ്യാറാവാതിരുന്നപ്പോ അത് കേൾക്കാൻ പറ്റിയ അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന ജിന്നുകളെ പറഞ്ഞയച്ചു കൊടുത്തവനാണ് അല്ലാഹു. അതും ഇറാഖിലെ നാസിബീൻ എന്ന് പറയുന്ന സ്ഥലം ജിന്നുകളുടെ തലസ്ഥാനമാണ്. പണ്ടുകാലം മുതൽ, ഇപ്പൊ അടുത്തൊരു മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നാസിബീൻ ഇറാഖിലെ ഒരു നഗരമാണ്. ജിന്നുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാ പറയാ. അവിടെ നാസിബീനിലെ 13ഓളം ജിന്നുകൾ ഹബീബായ നബി തങ്ങൾ നഖ്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മക്കയോടടുത്തുള്ള സ്ഥലമാണ് നഖ്ല, അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ ആരാ ത്വായിഫ് എന്ന് വിശ്വസിച്ചത്? അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നൊരു മനുഷ്യൻ. ബാക്കി ആരും ഇസ്ലാം സ്വീകരിച്ചു. തങ്ങളുടെ കാലിൽ മുറിവ് വന്നു, അവരെ എറിഞ്ഞോടിച്ചു. അങ്ങനെ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ നബിയേ, ഒരു കൂട്ടം ജിന്നുകളെ അങ്ങ് നിസ്കരിക്കുന്ന വഴിയിലൂടെ കടത്തിവിട്ടത് നാമാണ്. ആ ജിന്നുകൾ നാസിബീനിലേക്ക് പോകുന്ന വഴി അവിടെ ഇറങ്ങി. യസ്തമിഊനൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഒരവസരം അല്ലാഹു നൽകുകയായിരുന്നവർക്ക്. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ്. ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു, ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോവുന്ന വിരലുമായി രാത്രിയുടെ ഖനീഭവിച്ച ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞവിടെ നിന്ന് നിസ്കരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ ചുറ്റും വന്നിരിക്കുന്ന ഈ ജിന്നുകൾ പറഞ്ഞു, അൻസിതു, ആരും മിണ്ടരുത്. അവരാദ്യമായിട്ട് കേൾക്കുകയാണിത്. ആ ബഹുമാനമാണത്രേ അവർക്ക് ഈമാനിലേക്ക് വഴി നടക്കാൻ കാരണമായത്. അവരാദ്യം പരീക്ഷിക്കാനും ട്രോളാനും അല്ല വന്നിട്ടുള്ളത്, എന്താണെന്ന് അറിയാൻ വന്നതാ. അൻസിതു, മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. ഫലമ്മാ ഖുദി, ഹബീബിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ വിശ്വാസികൾ മാത്രമായിട്ടല്ല പോകുന്നത്, അവർ പ്രബോധകരായിട്ടാണ് പോകുന്നത്. അവർ നന്നായി എന്ന് മാത്രമല്ല, തങ്ങളുടെ നാസിബിയിൽ കിടക്കുന്ന 10,000 ജിന്നുകൾക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാരായി മാറിയിട്ടാണ് അവർ പോകുന്നത് അവിടെ നിന്ന്. അത് ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. വകാന യഅതീഹിൽ അറാബിയുൽ ജിൽഫ് ഫകാന യതകല്ലമു ബിൽ ഹിക്മ, ഒരറിവും ജ്ഞാനവും അക്ഷരാഭ്യാസവും ഇല്ലാത്ത കാട്ടറബികളായ മനുഷ്യർ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാനത്തിന്റെ മഹാഭാരവുമായിട്ടാണ് അവർ എഴുന്നേൽക്കാറ്. അവർ പണ്ഡിതന്മാരായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് ഹബീബിന്റെ സാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവരാണ് സ്വഹാബിമാർ. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായി ഹബീബിന്റെ കൂടെ സഹവസിച്ചാൽ, കാണണം നിർബന്ധമില്ല, കാണാത്ത അന്ധന്മാരായ സ്വഹാബികൾ വിധങ്ങൾക്കുണ്ട്. ഹബീബിന്റെ കൂടെ ഇരുന്ന് എണീറ്റാൽ തന്നെ അവർ പണ്ഡിതന്മാരായി മാറുന്നു. ഹബീബിന്റെ നിസ്കാരം കേട്ടപ്പോഴേക്കും ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ഒരു രാത്രിയിലെ ഒരു നേരത്തെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേട്ടപ്പോൾ, ഖുർആൻ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതിരിക്കരുത്, അത് വലിയ തെറ്റാണ്. ഖുർആൻ നമ്മൾ പ്ലേ ചെയ്ത് അത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാ. അതൊരു ആരാധനയാണ്, അതൊരു ഇബാദത്താണ്, ഒരു മെന്റൽ ബ്രെയിൻ എക്സസൈസ് കൂടിയാണത്. ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? സമയല്ലേ, നിർത്തിക്കോ. പക്ഷേ അത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഫസ്തമിഉ, ശ്രദ്ധിച്ചു കേൾക്കണം. ഖാലൂ യാ ഖൗമനാ ഇന്നാ
سمعنا كتابا أنزل من بعد موسى. സമൂഹമേ, ജിന്നുകൾ അവരുടെ സമൂഹത്തോട് പറയാ, നാസിബീനിലെ ജിന്നുകളോട് അവർ ചെന്ന് പറയാ, യാ ഖൗമനാ, ഞങ്ങളുടെ സമുദായമേ, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ, മൂസാ നബി അലൈഹിസ്സലാം, മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാമിന് ശേഷം ലോകത്ത് ഇറക്കപ്പെട്ട നിയമപുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. മൂസ നബിക്ക് ശേഷം ഇഞ്ചീൽ ഇറങ്ങിയിട്ടുണ്ട്, സബൂറുണ്ട്. അത് നിയമഗ്രന്ഥങ്ങളല്ല, നിയമം തൗറാത്താണ്. തൗറാത്ത് കഴിഞ്ഞാൽ പിന്നെ നിയമമായി ഇറങ്ങുന്ന ശരീഅത്ത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ സിറാത്തിൻ മുസ്തഖീം. നേർമാർഗത്തിലേക്ക്, ഹഖിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുന്ന പാരായണം കൊണ്ടും ശ്രവണം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഗഹനം കൊണ്ടും ഗണനം കൊണ്ടും ഗവേഷണം കൊണ്ടും ധർമ്മവും സത്യവും മാത്രം മനുഷ്യന്റെ ചിന്തകൾക്കും മസ്തിഷ്കത്തിനും സമ്മാനിക്കാൻ കഴിയുന്ന അത്യപൂർവമായ ഗ്രന്ഥമാണിത് എന്ന് ജിന്നുകൾ അവരുടെ കൂടെയുള്ളവരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫ്. വലീദ് ഇബ്നു മുഗീറയെ അമ്പരിപ്പിച്ച ഗ്രന്ഥമാണത്. പോട്ടെ, ആധുനികരായ എത്ര പേർ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് എത്രയോ ആളുകൾ, എണ്ണം പറയാറില്ല, അത്രക്ക് മേൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയും ഇവിടെ നോക്കുമ്പോൾ കടന്നുപോയ നമ്മുടെ മിഡിൽ ഏഷ്യൻസ് ആയിരിക്കും. അല്ലല്ല, യൂറോപ്യൻസ് തന്നെ, അമേരിക്കൻസും ഓസ്ട്രേലിയൻസും അവിടുത്തെ നേറ്റീവ്സ്, എത്നിക്കലി ആ നാട്ടുകാരായ ആളുകൾ നോക്കണം. ഇങ്ങ് കിഴക്കൻ രാജ്യങ്ങളിൽ അവർക്കൊക്കെ ഇച്ചിരി മടുപ്പോ ഇസ്ലാമത്തിന് പോരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പടിഞ്ഞാറുകാരനെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. അതാണ് അത്ഭുതം. നമുക്കിപ്പോൾ അതൊക്കെ ഖുറാഫാത്തും അതൊക്കെ വേണ്ടാത്തതാക്കി തോന്നിയല്ലേ. ഞങ്ങൾക്കിത് വേണം. ലണ്ടനിൽ കുറച്ചങ്ങോട്ട് ഒരു 100-200 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങളൊരു പള്ളിയിലെത്തിയിരുന്നു. ആ പള്ളിയിൽ അവിടുത്തെ നേറ്റീവ് ഇംഗ്ലീഷുകാരായ ആളുകൾ, അവരുടെ ഒരു പള്ളിയൊരു മജ്‌ലിസുണ്ട്. അവര് ഷാദുലി ത്വരീഖത്തിന്റെ റാത്തീബ് ചൊല്ലുന്നു. എനിക്ക് അത്ഭുതമായിപ്പോയി. മിനിമം ഖുർആൻ ഓതാനൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നൊക്കെ സ്റ്റേജ് കടന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഷാദുലി ത്വരീഖത്തിന്റെ മശായിഖന്മാർ നൽകിയ വിർദുകൾ ഓതുന്ന മജ്‌ലിസിൽ ഞാൻ പേഴ്സണലി പങ്കെടുത്തിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോവുക. നമുക്കിത് ഇവിടെ ഖുറാഫാത്താണ്. അള്ളാഹു ചില ആളുകളുടെ കണ്ണവിടെ തുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരത് സ്വീകരിച്ചു കൊണ്ടിരിക്കുക, അവർ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷുകാരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമില്ല. അവരങ്ങ് കണ്ണുചിമ്മി വിശ്വസിക്കൊന്നുമില്ല. അവർക്ക് ബോധ്യപ്പെടണം. അവരെ കൺവിൻസ് ചെയ്യാൻ മാത്രമുള്ള യുക്തിഭദ്രത ഈ ദീനിനും ഇതിൻ്റെ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടായാൽ മതി. ഈ കളിയാക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കൊക്കെ. സുബ്ഹാനല്ലാഹ്. സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു സ്വഹാബിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ആരാണ്? സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശരീൻ. സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് പുണ്യപ്രവാചകരുടെ തിരുരസനയിലൂടെ അവിടുന്ന് സന്തോഷ വാർത്ത നൽകിയ മഹാനാണ് സഈദ് ഇബ്നു സഈദ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ഭർത്താവ്. ഉമർ തങ്ങളുടെ അളിയൻ എന്നൊക്കെ പറയുന്നത് മലപ്പുറത്ത്. നിങ്ങളോട് എന്താ പറയാ? തേപ്പിളാന്നോ? പെങ്ങളുടെ ഭർത്താവ് അളിയൻ. ഉമർ തങ്ങളുടെ പെങ്ങളുണ്ട് ഫാത്തിമ ബിൻതുൽ ഖത്താബ്. അവരെ കല്യാണം കഴിച്ചത് സഈദ് ഇബ്നു സഈദ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാൾ. ഒന്ന് സഅദ് ഇബ്നു അബി വഖാസ്, പിന്നെ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. ഹബീബിനെ കൊല്ലാൻ വേണ്ടി പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
നിബിതങ്ങളെ കൊല്ലണം, ഒരു പുതിയ മതം ഇവിടെ പ്രചരിപ്പിക്കുകയാണോ? ഞങ്ങളുടെ വിഗ്രഹങ്ങളൊന്നും ശരിയല്ലെന്ന് പറയാണോ? ഞങ്ങളുടെ ദൈവവിശ്വാസം ശരിയല്ലെന്ന് പറയുകയാണോ? ആ പ്രവാചകനെ ശരിയാക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു പോയ സ്വന്തം പെങ്ങളുടെ, സ്വന്തം ഭാര്യയുടെ സഹോദരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വീരശൂരനായ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തിയത് ഈ സഈദ് ഇബ്നു സെയ്ദ് എന്ന സ്വന്തം അളിയനാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിനെ അപ്രോച്ച് ചെയ്യുന്നിടത്ത്, ഖുർആനിനെ പഠിക്കുന്നിടത്ത് മനുഷ്യന്റെ വൈരാഗ്യവും വിദ്വേഷവും മാറ്റിവെച്ച് തെളിമയാർന്ന ഹൃദയത്തോടുകൂടെ ഖുർആനെ സമീപിച്ചാൽ അവിടെ വെളിച്ചം കിട്ടും എന്നതിന്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം. അതെങ്ങനെയാ? വഴിയിൽ വെച്ചൊരാളെ കണ്ടു, ചോദിച്ചു, ഉമറെ എങ്ങോട്ടാ പോകുന്നത്? ചരിത്രം നമുക്കറിയാലോ, മുഹമ്മദ് നബിയെ കൊല്ലാനാ. എന്നാ ഉമറെ, സ്വന്തം വീട്ടുകാരെ നന്നാക്കിയിട്ട് പോരെ? നിങ്ങളുടെ പെങ്ങള് ഫാത്തിമയും അളിയൻ സഈദും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ പെങ്ങളോ, എന്റെ അളിയനോ? അതെ അതെ അതെ, ആദ്യം അവരൊക്കെ പോയി നന്നാക്കിയിട്ട് വാ, എന്നിട്ട് മുഹമ്മദ് നബിയെ കൊന്നാ പോരെ? അങ്ങനെ ഓടിയതാണ് ഫാത്തിമയുടെ വീട്ടിലേക്ക്. ഇത് ഉമർ തങ്ങളുടെ പെങ്ങൾ ഫാത്തിമയാണ്, ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹാ. ആ ചെന്ന സമയം അവിടെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉമർ തങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒളിച്ചു. ഫാത്തിമ എന്ന പെങ്ങള് മാത്രം അവിടെ ധൈര്യത്തോടെ നിന്നു. ഫാത്തിമ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത്? ഞങ്ങൾ ഖുർആൻ പഠിക്കുകയായിരുന്നു. ഖുർആൻ എവിടെ? തരില്ല, എനിക്കത് കാണണം. നിങ്ങൾ ശുദ്ധിയായിട്ട് തിരിച്ചു വന്നാലേ തരാൻ പറ്റൂ. അപ്പോഴേക്കും സെയ്ദ് എന്നവർ, ഖബ്ബാബ് എന്നവർ ഇറങ്ങി വന്നു. ഖബ്ബാബ് തങ്ങളെയും സഈദ് തങ്ങളെയും ഉമർ എന്നവർ അടിക്കാൻ തുടങ്ങി. ആ അടി പിടിച്ചു വെക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയും രംഗത്തിറങ്ങി. അതിലൊരടി ഫാത്തിമ ബിവിയുടെ മുഖത്ത് കൊണ്ടു. മുഖം കട്ടായി അവിടെ നിന്ന് ചോരൊലിക്കാൻ തുടങ്ങി. സ്വന്തം പെങ്ങളുടെ മുഖത്ത് നിന്ന് ചോരൊലിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യമടങ്ങി. ആ ചോരയാണ് ഉമർ തങ്ങളുടെ ഈമാനിന്റെ കാരണമായത് എന്ന് വേണം പറയാൻ. ആ ചോര ഒലിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനുള്ളിൽ പെങ്ങളോടുള്ള ഒരു ആത്മബന്ധം തെളിഞ്ഞു വന്നു. എന്റെ പെങ്ങൾക്ക് ഞാൻ കാരണം ഒരു അപകടമുണ്ടായല്ലേ? ആ ചോര തുടച്ചു കൊടുത്ത് പെങ്ങളോട് ക്ഷമാപണം പറഞ്ഞപ്പോ മഹാനായ സഈദ് എന്നവർ ചോദിച്ചു, ഉമറെ, നിങ്ങൾക്ക് ഖുർആൻ കാണണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുവരെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഉമർ എന്നവർ ദേഷ്യത്തിലാണ്. വൈരാഗ്യത്തിലൂടെ നടക്കുന്ന ഒരു മനുഷ്യന് സത്യം കാണാൻ കഴിയില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കാരുണ്യം തിരിച്ചു വന്നിരിക്കുകയാണ്. പെങ്ങളോടുള്ള ഒരു സിമ്പതി വന്നിരിക്കുകയാണ്. ആ സിമ്പതി എന്നത് മനുഷ്യ ഹൃദയത്തിന്റെ സ്വാഭാവിക തലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഉമർ എന്നവരെ വേഗം കുളിക്കാൻ പറഞ്ഞയച്ച് കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ ഓതിക്കൊടുക്കുന്നത്. ത്വാഹ 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 മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ആ വചനങ്ങൾ കേട്ടപ്പോഴാണ് ഒരു മനുഷ്യനിത് പറയാൻ കഴിയില്ല, ഇത് മനുഷ്യന്റെ വചനമല്ല, എനിക്ക് വെളിച്ചം വേണം, ഉമറിന് വെളിച്ചം വേണം. അതെവിടെയാണ്? ആ വെളിച്ചം ഹബീബിന്റെ മുറ്റത്താണ്, പുണ്യനബിയുടെ അരികത്താണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ അരികത്തേക്ക് ഉമർ എന്നവരെ നയിക്കുകയാണ് സഈദ് എന്നവരെ. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, സ്വന്തം പെങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ട ചോരപ്പാട് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈരാഗ്യം അടങ്ങുകയും ഹൃദയത്തിന്റെ ഉള്ളിലെ കാരുണ്യം തെളിഞ്ഞു വരികയും ചെയ്തപ്പോൾ ആ തെളിമയായ ഹൃദയത്തിലേക്കാണ് ഈമാനിന്റെ വെളിച്ചം വന്നത്. അതിന്റെ മുമ്പ് ഉമർ എന്നവർ ഖുർആൻ കേട്ടിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഖുർആനിനെ സ്വീകരിക്കുന്നത്, വിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടത് തെളിമയായ ഹൃദയം കൊണ്ടായിരിക്കണം എന്ന വലിയൊരു പാഠം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലുണ്ട് എന്ന് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്.
ഖുർആൻ അങ്ങനെയാണ്. അത് വായിക്കുന്നവർക്കൊന്നും കിട്ടാനുള്ളതല്ല. അതിനെ സമീപിക്കേണ്ട ചില രീതിയുണ്ട്. ആ രീതിയിലൂടെ തന്നെയാവണം. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം ബി ഉമർ ബിനുൽ ഖത്താബ് ഔ ബി അബിൽ ഹക്ം ബിൻ ഹിഷാം. തലേ വ്യാഴാഴ്ച രാത്രിയാണ് പുണ്യനബി ദുആ ചെയ്തത്. അല്ലാഹുവേ, ഇസ്ലാമിനെ ഉമർ ബിൻ ഖത്താബിനെ കൊണ്ടോ അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലിനെ കൊണ്ടോ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തേണമേ. فقال ابن عم عمر واخته ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദര പുത്രനും മഹാനായ ഉമർ എന്നവരുടെ സഹോദരിയായ ഫാത്തിമയും അവരുടെ ഭർത്താവായ ഇബ്നു അമ്മാണ് സഈദ് ഇബ്നു സൈദ് എന്നവരെ അവർ പറഞ്ഞു, നർജു അൻ തകൂന ദഅവതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമർ. ഹബീബിന്റെ നാവിൽ നിന്നൊരു ദുആ വന്നപ്പോ വ്യാഴാഴ്ച ദിവസത്തെ ദുആയിൽ ഉമറിനെ കൊണ്ടോ അംർ ബിൻ ഹിഷാമിനെ കൊണ്ടോ ദീനിന് ശക്തി പകരണമേ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ എന്നവരുടെ പെങ്ങള് ഉമർ തങ്ങളുടെ അളിയനായ സഈദ് ഇബ്നു സൈദ് എന്നവരും പറഞ്ഞു പോയിട്ടുണ്ട് നാവുകൊണ്ട്, റബ്ബേ, ആ പ്രാർത്ഥന എന്റെ ഭാര്യയുടെ സഹോദരൻ ഉമർ തന്നെ ആവട്ടെ. ഫാത്തിമ ബി പറഞ്ഞു, എന്റെ സഹോദരൻ ഉമർ തന്നെ ആവട്ടെ. വെള്ളിയാഴ്ച ഇസ്ലാം സ്വീകരിക്കുക, വ്യാഴാഴ്ച ചെയ്ത ദുആയാണത്. അത് ഞങ്ങളുടെ എന്റെ ഭാര്യയുടെ സഹോദരൻ തന്നെ ആവണേ, എന്റെ ആങ്ങള തന്നെ ആവണേ എന്ന് ഫാത്തിമയും അവരുടെ ഭർത്താവും ദുആ ചെയ്തിരുന്നു. ഫകാനത്ത്. അങ്ങനെ ഈമാൻ കിട്ടിയ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൊണ്ട് മുഅ്മിനെ ഹൃദയം ശുദ്ധമാക്കുക, വൈരാഗ്യം വിദ്വേഷവും ഇല്ലായ്മ ചെയ്യുക. നമ്മുടെ ഖൽബ് ശുദ്ധിയാണെങ്കിൽ വല്ലാഹി ലൗ തഹറത് ഖുലൂബുഹും ലം യശ്ബഉ ലം യസ്അമു മിൻ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തോട് ഹൃദയത്തിന് മടുപ്പ് വരില്ലായിരുന്നു ഹൃദയം ശുദ്ധമാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പണ്ഡിതന്മാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളൊക്കെ ഒരു മുഅ്മിനിനോടും വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഒരു വിശ്വാസിയോടും ഒരാണിനോടും ഒരു പെണ്ണിനോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവുമില്ലാത്ത സരളമായ സ്നേഹവും കാരുണ്യവും എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കണമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയുമുള്ള ഹൃദയമായി നമ്മുടെ ഖൽബുകളെ ഈ നിമിഷം തന്നെ മാറ്റിയെടുക്കുക. അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പോഴേ ഖുർആനോട് അടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോഴേ ആ മധുരം നുണയാൻ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പോഴേ ആ വെളിച്ചം നമുക്കും നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യൻബഗി ലിജലാലിക വഅദീമി ജബറൂതിക വജലാലിക വഅദമതിക യാ അല്ലാഹ്. اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على خاتم النبيين وصفوة الخلق أجمعين سيدنا وحبيبنا محمد قائد الغر المحجلين صلوات ربي وسلامه عليه وعلى آله وصحبه وعترته وأزواجه الطاهرات أمهاتنا أمهات المؤمنين وإلى أصحاب رسول الله أجمعين وأتباع رسول الله أجمعين وتابع تابعيهم والأئمة المجتهدين والعلماء العاملين والمحدثين والفقهاء والصوفية. اللهم إنا نسألك بحق كل من سجد لك سجدة ودعا لك دعوة الله وصام لك صوما وحج لك حجة. اللهم إنا نسألك بحق السائلين عليك والعابدين لك والساجدين والركع. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ വചനങ്ങളുടെ ആഴമേറിയ തലങ്ങളിലേക്കൊന്നും എത്തി നോക്കാനുള്ള മഅരിഫത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയില്ല റബ്ബേ. നീ ദോഷാരമായി നൽകണേ തമ്പുരാനെ. അള്ളാഹു നിന്നിലേക്ക് വഴി നടത്തുകയും നിന്നെ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ബോധിപ്പിച്ചു തരുന്ന, ഈ ജീവിതത്തെ വിജയമാക്കി തരാൻ നിമിത്തമാകുന്ന നല്ല ആളുകളുടെ സഹവർത്തിത്വവും അവരെ കേൾക്കാനും കാണാനും അറിയാനും പഠിക്കാനുമുള്ള അവസരം നൽകണേ പടച്ചവനെ.
സജ്ജനങ്ങളുടെ കൂടെ നടത്തിത്തരണേ പടച്ചവനെ. നല്ലത് കേൾക്കുകയും നല്ലത് മാത്രം കാണുകയും അറിയുകയും ചെയ്ത് അല്ലാഹുവേ ഹൃദയം ഈമാനിൻ്റെ വെളിച്ചം കൊണ്ട് മഅരിഫത്ത് കൊണ്ട് തെളിയുന്നതാക്കി മാറ്റിത്തരണേ പടച്ചവനെ. ഈ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ മഹാസ്ഥാപനം ഇത്ര വലിയ വിജയമാക്കി തീർക്കാൻ കാരണക്കാരായ കബീർ ബാക്കവി ഉസ്താദ് അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകരും കൂടെ നിന്ന് സഹായിച്ച ആളുകൾ, ഇതിനുവേണ്ടി ദുബൈയിൽ നിന്ന് വന്ന കോട്ടക്കലുള്ള മലപ്പുറത്ത് നിന്ന് കുഞ്ഞു മുഹമ്മദ്, അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി നേരെ ഗൾഫിൽ നിന്ന് വന്നതാണിന്ന്. അള്ളാഹു ഒരുപാട് ദീനിൻ്റെ മുഹബ്ബീങ്ങൾ, ചെറിയവരും വലിയവരുമായവർ ഈ സദസ്സിൽ ഇത്രയും നേരം ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്ന മുഅ്മിന് മുഅ്മിനാത്തുകൾ, ചെറിയ കൊച്ചുമക്കളുണ്ട് റബ്ബേ. അള്ളാഹു ഈ സദസ്സിലിരുന്ന് ഞങ്ങളെല്ലാവർക്കും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പ് തരണേ പടച്ചവനെ. ഞങ്ങളെയൊക്കെ നീ കഴുകി ശുദ്ധിയാക്കി താ റബ്ബേ. ഹൃദയം ശുദ്ധിയാക്കി താ പടച്ചവനെ. സ്വഭാവം നന്നാക്കി തരണേ പടച്ചവനെ. ഞങ്ങളെ നല്ലവരാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം, ആയുസ്, ഞങ്ങളുടെ വരുമാനം, ജോലി, സമ്പത്ത് എല്ലാം അല്ലാഹു നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാഹ്. മാരക അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ മനസ്സിന് അകക്കാഴ്ച നൽകണേ റബ്ബേ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ പടച്ചവനെ. ഈ സമൂഹം ഖുർആനിൻ്റെ അഹ്ലുകാരാക്കണേ പടച്ചവനെ. ഈ ഉമ്മത്തിന് ഖുർആനുമായും നിൻ്റെ ഹബീബുമായും അടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, സംഘടന സങ്കുചിതത്വം കൊണ്ട് മനുഷ്യന് അമലുകൾ ചെയ്യാനുള്ള സമയമില്ലാതെയാവുകയാണ്. റഹ്മാൻ റഹീമേ, പരലോകത്തിന് വേണ്ടി, നാളത്തെ ഖബറിന് വേണ്ടി അമല് ചെയ്യാനുള്ള ബോധവും ഓർമ്മയും തൗഫീഖും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അവസാനം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. നമ്മുടെ ഭാര്യസന്തതികൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, സഹായിച്ചവർ, ഞങ്ങളുമായി കടപ്പാടുള്ളവർ, അല്ലാഹു ഞങ്ങളെല്ലാവരെയും രണ്ട് ലോകത്തിൻ്റെയും വിജയികൾ ഉൾപ്പെടുത്തണേ പടച്ചവനെ. മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, വേണ്ടപ്പെട്ടവർ അല്ലാഹു ഖബറിൻ്റെ ഉള്ളറകളിൽ കിടക്കുകയാണ്. അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നൽകണേ അല്ലാഹ്. ഇവിടെ ഖബറുകളെ നീ വിശാലമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടുത്തെ ഹാഫിദീങ്ങളായ മുതഅല്ലിമീങ്ങൾ, അവർക്കൊക്കെ ഉന്നത വിജയം നൽകണേ റബ്ബേ. ഇവിടുന്ന് പഠിച്ച് പാസ്സായ ഹംദാനികൾ അല്ലാഹു ലോകത്തിൻ്റെ നാനാഭാഗത്തും ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ പടച്ചവനെ. ഈ സ്ഥാപനത്തെ നീ ഉന്നതിയിലേക്ക് ഉയർത്തി കൊടുക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീം, നിന്റെ ദീനിന് ശക്തിയും കരുത്തും നൽകുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അതിനെ നീ ഉയർത്തി കാണിക്കണേ പടച്ചവനെ. ബിജാഹി ഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ അജ്മഈൻ. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. بارك الله فيكم. പരിപാടി കഴിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത